الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പല ആളുകളും കണ്ടുമുട്ടാൻ വേണ്ടി പല സദസ്സുകളും അവർ തെരഞ്ഞെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ യാത്രയിൽ ഇവിടെ വെച്ച് എനിക്ക് നിങ്ങളുമായി കണ്ടുമുട്ടാൻ ഈ ഒരു സദസ്സിനെയാണ് എനിക്ക് അവൻ തെരഞ്ഞെടുത്തു തന്നത്. ഏറ്റവും ആദ്യം ഞാൻ അള്ളാഹുവിനെ അതിൽ സ്തുതിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ഒത്തുകൂടലിന്, ഒരു ഒരുമിച്ച് കൂടലിന് ഇതിനു വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കി തന്ന നിങ്ങൾ എല്ലാവരോടും, പ്രത്യേകിച്ച് ആരോടുമല്ല എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി രണ്ടാമത് അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് പരസ്പരം എനിക്കും നിങ്ങൾക്കും പറഞ്ഞു കേൾക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത വിഷയം സലഫുകളുടെ ജീവിതം. മുൻഗാമികളായ ഉത്തമരായ ആളുകൾ അവർ ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചു, അള്ളാഹുവിലേക്കുള്ള അവരുടെ സഞ്ചാരം, അവരുടെ യാത്രയിൽ അവർ എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ മുമ്പ് ചിലപ്പോ ആരുടെയെങ്കിലും മനസ്സിൽ കടന്നു വരാൻ സാധ്യതയുള്ള ചെറിയ ഒന്ന് രണ്ട് ആശയക്കുഴപ്പമെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിൽ കടന്നു വരാൻ സാധ്യതയുള്ള രണ്ട് ധാരണകൾ ഏറ്റവും ആദ്യത്തിൽ അത് തിരുത്താൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഞാൻ. ഒന്നാമത്, ഇങ്ങനെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ അവിടെ വന്ന് ഇവിടെ കൊണ്ടുതരേണ്ടതല്ല ഈ കാര്യം. നേരെ മറിച്ച് ഇവിടെ നിൽക്കുന്ന ആളുകൾ ഈ നാട്ടിൽ വന്ന് ജീവിക്കുവാനും തൊഴിലെടുക്കാനും ഇവിടെയുള്ള ഈ അന്തരീക്ഷം അത് അനുഭവിക്കാനും ആസ്വദിക്കാനും സാഹചര്യമൊരുക്കി തന്ന ഓരോരുത്തരും കഴിവിന്റെ പരമാവധി നിങ്ങൾക്കുള്ള നിർബന്ധമായ ജോലികളും മാനുഷികമായ അത്യാവശ്യങ്ങളും കഴിച്ചതിന്റെ ശേഷം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സമർത്ഥരായ, സത്യസന്ധരായ, വിശ്വസ്തരായ, ഉത്തമരായ, നല്ലവരായ ഉലമാക്കളുണ്ട് ഈ നാട്ടിൽ. ജിദ്ദയിലുണ്ട്, മക്കയിലുണ്ട്, മദീനയിലുണ്ട്. ഇതിന്റെ ഓരോ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ധാരാളമുണ്ട്. ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ലഭിക്കാത്ത ഉത്തമമായ മഹത്തായ അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി വിലപ്പെട്ട സമയങ്ങൾ, അത്യാവശ്യമുള്ള ജോലികളും നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഭൗതികമായ കാര്യങ്ങളും കഴിച്ചതിന്റെ ശേഷം ആ പറയുന്ന പണ്ഡിതന്മാരുടെ സദസ്സുകളിലേക്ക് ചെല്ലാനും അവരിൽ നിന്ന് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനും, അറബി അറിയാത്ത ആളുകളാണെങ്കിൽ അത് പഠിക്കാൻ സമയം കണ്ടെത്തണം. അറിയുന്ന ആളുകളാണെങ്കിൽ അവരുടെ സദസ്സുകളിൽ പോയിരുന്നു ഒരു മസ്അല, ഒരു വിഷയം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഒരു കാര്യം ചോദിച്ച് ക്ലിയറാക്കാൻ കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് ഇതുപോലെ വരുന്ന ആളുകൾ, ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾ, സിയാറത്തിനും വിസിറ്റിങ്ങിനും വരുന്ന ആളുകൾ, കുടുംബങ്ങൾ ഭൗതികമായ ഹദിയക്കും സമ്മാനങ്ങൾക്കും വേണ്ടിയായിരിക്കും അവരുടെ മനസ്സുകൾ വെമ്പൽക്കുള്ള ആളുകൾക്ക് അതാണ് അത്യാവശ്യം. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും, അവർക്ക് ഭൗതികമായ കാര്യങ്ങളാണ് അവർ താല്പര്യപ്പെടുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ കുടുംബങ്ങൾ വരുമ്പോൾ ഈ നേടിയ ഈ മഹത്തായ അനുഗ്രഹം അവർക്ക് നിങ്ങൾ കൊടുക്കാൻ ശ്രമം നടത്താൻ തയ്യാറാകാം. നാട്ടിലുള്ള ആളുകൾക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്താം. മുമ്പും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഖുറാഫികളായ, ഖുബൂരികളായ, സൂഫികളായ മുസ്ലിയാക്കന്മാര് അവരിവിടെ വന്നിട്ട് അവരുടെ ബാത്തിൽ ഇവിടെ വന്ന് കൊടുക്കും. ഇവിടെയുള്ള ആളുകൾ അവരത് അത് കേൾക്കാൻ വേണ്ടി താല്പര്യപ്പെടും. ഇവിടുത്തെ ഉലമാക്കൾ അവർ സ്വീകരിക്കൂല. തൗഹീദിന്റെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെയും വക്താക്കളും സ്വീകരിച്ച രീതി അത് തന്നെയാണ്. വർഷങ്ങളായി ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് അൽബാനി അവിടെ ഉണ്ടായിരുന്നു, ഷെയ്ഖ് ഹുസൈമീൻ ഉണ്ടായിരുന്നു, ഇബ്നു ബാസ് ഉണ്ടായിരുന്നു, ഷെയ്ഖ് ഫൗസാന്റെ ദർസുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ ആ ഉലമാക്കളൊന്നും കണ്ടിട്ട് പോലുമില്ല. എനിക്ക് അവരൊന്നും പരിചയപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല. നാട്ടിൽ നിന്ന് ആളുകൾ വരും, മൗലവിമാർ വരും, അവർ പറയുന്നത് കേൾക്കും.
ഉലമാക്കൾ എന്താണെന്നുള്ളതോ അവർ പറയുന്നത് എന്താണെന്നുള്ളതോ കേൾക്കാനുള്ള അവസരമില്ല എന്ന് പരിഭവം പറഞ്ഞ ആളുകളുണ്ട് എന്നോട് നാട്ടിൽ. പിന്നീടാണ് ശരിക്കും ഇവിടെ വന്ന് ഉലമാക്കളെ ദർസ കേൾക്കേണ്ടത്, അവരെ സദസ്സിലാ പങ്കെടുക്കേണ്ടത്, അവർ പറയുന്നത് കേട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ന് പറയുന്ന സങ്കടം പറഞ്ഞ ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം അതാണ്. നാട്ടിൽ നിന്ന് വരുന്ന ഇതുപോലത്തെ ആളുകൾ പരിമിതമായ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലത് പറയുകയാണെങ്കിൽ ഈ ഒരു പറയുന്ന സഹകരണം, ഈ ഒരു പറയുന്ന ഒത്തുകൂടലും വേണ്ട എന്ന് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിന്റെ മർമ്മപ്രധാനമായ വശം മറ്റതാണ്. നിങ്ങളത് പരിഗണിക്കാൻ തയ്യാറാവണം, ഒന്നാമത്. രണ്ടാമത്, സലഫുകളുടെ ജീവിതത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ആ ജീവിതത്തിന്റെ ആളില്ല. ഞാനത് പറയാൻ അർഹനും യോഗ്യനുമല്ല. പക്ഷേ എനിക്കും നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടണം എന്ന് കരുതി അല്പസ്വല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്ന് മാത്രമാണ് എന്റെ മനസ്സിലുള്ളത്. പ്രിയപ്പെട്ട സഹോദരൻ കാമിൽ എന്നോടത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കാനും തയ്യാറായത്. ഈ രണ്ട് കാര്യങ്ങൾ തിരുത്തിയതിന്റെ ശേഷം, ഈ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ ശേഷം ഞാൻ പറയാം, സലഫുകളായ മുൻഗാമികളായ ഉത്തമരായ ആളുകളുടെ ജീവിതം ഒരാൾ മനസ്സിലാക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സുന്നത്ത് കൃത്യമായി പഠിക്കാൻ തയ്യാറായാൽ മതി. മുൻഗാമികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. അവരുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ, അവരുടെ ആരാധനയുടെ കാര്യത്തിൽ, അവരുടെ സ്വഭാവങ്ങളുടെ കാര്യത്തിൽ, അവരുടെ മര്യാദയുടെ കാര്യത്തിൽ, അവരും മറ്റുള്ളവരുമായുള്ള ഇടപാടുകളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂല് കാണിച്ചു തന്ന, വരച്ചു തന്ന, അവിടുന്ന് നമുക്ക് വെളിച്ചം വീശിയ വ്യക്തമായ ആ വഴി, ആ സുന്നത്ത്, അതവർ പഠിച്ച് മനസ്സിലാക്കി അതിൽ മുന്നേറി എന്നുള്ളതാണ് അതിന്റെ ആകത്തുക. അതാണ് സലഫുകളുടെ ജീവിതം. അള്ളാഹുവിനെ അവരെങ്ങനെ ഭയപ്പെട്ടു, അവരെങ്ങനെ നിസ്കരിച്ചു, അവർ ഖുർആൻ പാരായണം ചെയ്തത് എങ്ങനെയായിരുന്നു, അവർ അദ്കാറുകൾ എങ്ങനെ, ദാനധർമ്മം ചെയ്തത് എങ്ങനെ, അവർ മറ്റുള്ളവരുമായി ജീവിതത്തിൽ ഇടപെട്ടതെങ്ങനെ, ഓരോ കാര്യങ്ങളും അവർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് വലിയ വിശാലമായൊരു ലോകമാണ്. അതൊരാൾക്ക് അറിയാനും പഠിക്കാനും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും താല്പര്യമുള്ള ഒരാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കൃത്യമായി പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ്. അവര് അള്ളാഹുവിന്റെ റസൂലിനെയാണ് അവർ മാതൃകയാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. സൂറത്തുൽ അഹ്സാബിലുള്ള ഈ ആയത്ത്, ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിശ്ചയം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഈ ഉത്തമമായ മാതൃക അത് സ്വീകരിക്കാൻ തയ്യാറാവരില്ല. എല്ലാ ആളുകളും അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റൂല. അവർക്ക് സഞ്ചരിക്കാനുള്ള അവരുടെ മൻഹജും അവരുടെ അഖീദയും അവരുടെ ആദർശവും അവരുടെ സഞ്ചാരത്തിന് അവർക്കുള്ള വെളിച്ചവും പ്രകാശവും അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് എല്ലാവരും സ്വീകരിക്കുകയില്ല. മാതൃക അവിടെയുണ്ട്. പക്ഷേ അത് സ്വീകരിക്കുന്ന ആളുകൾ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അള്ളാഹുവിനെ കണ്ടുമുട്ടണം ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച്, സ്വർഗീയ സുഖലോക സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ നല്ല നിലക്ക് കണ്ടുമുട്ടണം എന്ന ആഗ്രഹമുണ്ടോ? അതേപോലെ തന്നെ പരലോകത്ത് വിജയിക്കണം എന്ന് ആരെങ്കിലും ശ്രമം നടത്തുന്നുണ്ടോ? അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾ ഇത്ര ഉത്തമമായ മാതൃകയുള്ള റസൂലിനെ തിരിഞ്ഞു നോക്കുക പോലുമില്ല. അവിടുത്തെ സുന്നത്ത് പിൻപറ്റാൻ തയ്യാറാവുകയില്ല. അവിടുത്തെ ആ പറയുന്ന ആദർശം, ആ മൻഹജ് അത് സ്വീകരിക്കാനും അവർ തിരിയുകയില്ല, തയ്യാറാവുകയില്ല. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ കുറിച്ചുള്ള അധികരിച്ച സ്മരണയും ഓർമ്മയും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവരുടെ നാവുകളിലുണ്ടാകും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവരുടെ ശാരീരിക അവയവങ്ങളിലുണ്ടാകും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ സദാ സമയവും അവരുടെ മനസ്സിലുണ്ടാകും. അശ്രദ്ധ അവർക്കുണ്ടാവുകയില്ല. അള്ളാഹുവിനെ മറന്നുകൊണ്ട് അവർ ജീവിക്കുകയില്ല. ഈ പറയുന്ന സ്വഭാവമുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന മഹത്തായ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഹാദിഹിൽ ഉസ്വത്തുൽ ഹസന, അള്ളാഹുവിന്റെ റസൂലുള്ള ഈ ഉത്തമമായ മാതൃക, ഇന്നമാ യസ്ലുകുഹ, അതിൽ സഞ്ചരിക്കുക, വയുവഫഖു ലഹ, അതിന് തൗഫീഖ് ലഭിക്കുക, മൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടണം,
പരലോകത്ത് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. ഫഇന്നമാ മഅഹു മിനൽ ഈമാൻ, കാരണം ഈ വ്യക്തിയുടെ അടുത്തുള്ള വിശ്വാസം, വഖൗഫല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം, വറജാഅ സവാബിഹി, അല്ലാഹുവിന്റെ പ്രതിഫലത്തിനുള്ള അവന്റെ പ്രതീക്ഷയും മോഹവും, വഖൗഫ ഇഖാബിഹി, അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള അവന്റെ ഭയം, യഹുസ്സുഹു, ആ വ്യക്തിയെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, അലത്തഅസ്സി ബിർറസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് പിൻപറ്റണം, മാതൃകയാക്കണം എന്നതിൽ. ഈ ആദർശം, ഈ ഈമാനും, ഈ വിശ്വാസവും ഈ ഒരു പറയുന്ന മാനസികാവസ്ഥയുള്ള ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുകയുള്ളൂ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സൂറത്തുൽ അഹ്സാബിലുള്ള ഈ ആയത്ത് ഇറങ്ങുന്നത് അഹ്സാബ് എന്ന് പറയുന്ന ഖന്ദഖ് യുദ്ധത്തിന്റെ ആ കാലഘട്ടത്തിൽ, ആ സമയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മക്കയിൽ ബഹുമാന ആദരണീയനായി പോകുന്ന റസൂൽ സുപ്രഭാതത്തിൽ ഈ ദീനിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അവിടെ നിന്ന് ഹിജ്റ പോകേണ്ടി വരികയാണ്. സുരക്ഷയില്ലാത്തതിന്റെ പേരിൽ, ഈ ആദർശവുമായി ജീവിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, പ്രയാസം താങ്ങാൻ കഴിയാത്ത. ചിന്തിച്ചു നോക്കി നിങ്ങൾ, നമ്മൾ അഭിമാനത്തോടെ സമാധാനത്തോടെ കുടുംബവും നാട്ടുകാരും കൂട്ടുകാരുമായി ജനിച്ച നാട്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ നാട്ടിൽ നിൽക്കാൻ തന്നെ കഴിയാത്ത നിലയ്ക്ക് അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരിക. താങ്ങാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത പരീക്ഷണമാണ്. അങ്ങനെ മദീനയിൽ ചെന്ന സമയത്ത് പ്രവാചകന് നാനാഭാഗത്തിൽ നിന്ന്, ജൂതന്മാരിൽ നിന്ന് ധാരാളം പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ബദർ യുദ്ധത്തിൽ ശക്തമായ യുദ്ധവും സംഘട്ടനങ്ങളും പല ജാതി പരീക്ഷണങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം ശക്തമായ ഉഹദ് യുദ്ധം, തന്റെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു തന്റെ അനുചരന്മാരും കൂട്ടുകാരുമായ ഒരുപാട് സഹാബികൾ വധിക്കപ്പെടുന്ന, അവിടുത്തെ മുൻപല്ല് പൊട്ടിക്കപ്പെടുന്ന, അവരുടെ തലയിൽ മുറിയാക്കപ്പെടുന്ന, സഹിക്കാൻ ഒരു മനുഷ്യന് കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത നിലക്കുള്ള വലിയ ഭാരിച്ച പരീക്ഷണങ്ങൾ, ദുരിതങ്ങൾ. അതും കഴിഞ്ഞതിന്റെ ശേഷം സ്വസ്ഥമായൊന്ന് സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയാതെ അന്ന് ലോകത്ത് അറിയപ്പെട്ടിരുന്ന ശത്രുക്കൾ മുഴുവനും, ജൂതന്മാർ ഒരു ഭാഗത്തിൽ കൂടെ, നസാറാക്കൾ മറ്റൊരു ഭാഗത്തിൽ കൂടെ, കപടവിശ്വാസികൾ വേറൊരു ഭാഗത്തിൽ കൂടെ, മുശ്രിക്കീങ്ങൾ മക്കയിലുള്ളവരും മറ്റുള്ള ഗ്രാമങ്ങളിലുമുള്ള മുശ്രിക്കീങ്ങൾ മുഴുവനും മദീനയെ ആക്രമിക്കാൻ വേണ്ടി വരും. മദീന എന്ന് പറയുന്ന വളരെ തുച്ഛം ആളുകൾ, മുഅ്മിനീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഅ്മിനീങ്ങളുമായി കുറഞ്ഞ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ഖന്ദഖ് യുദ്ധത്തിന്റെ ആ സംഭവങ്ങൾ പറയുന്നു. ആളുകളുടെ അവരുടെ ഹൃദയങ്ങൾ അതിന്റെ നെഞ്ഞിൻ കൂടിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, അതിന്റെ സ്ഥാനത്തിൽ നിന്ന് തെറ്റിയിട്ട് തൊണ്ടക്കുയിൽ വന്ന് നിൽക്കുന്ന, എന്തു ചെയ്യും? ഏത് നിമിഷവും ആക്രമണം വരും. അത് തടുക്കാൻ, അത് എതിർക്കാൻ, അവിടെ പ്രതിരോധിക്കാൻ പ്രാപ്തരല്ലാത്ത നിലക്ക്, ദാരിദ്ര്യത്തിന്റെ അങ്ങേ തലക്കയുടെ ദാരിദ്ര്യത്തിൽ പട്ടിണി കടന്നുകൊണ്ട്, വിശന്നുകൊണ്ട്, കഷ്ടപ്പെട്ടുകൊണ്ട് മദീനയെയും അവിടെയുള്ള മുസ്ലിമീങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ കടങ്ങുകൊഴിക്കുന്ന പ്രയാസങ്ങൾ, ഈ പറയുന്ന പരീക്ഷണങ്ങൾ മുഴുവനുമുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ തലയിലാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ പ്രവാചകനാണ്. ഈ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന് യാതൊരു ചാഞ്ചാട്ടവുമില്ലാതെ, യാതൊരു മനപ്രയാസവും കാണിക്കാതെ, വിമർശനമില്ലാതെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ പൂർണ്ണമായ അവസ്ഥയിൽ, അളവിൽ അള്ളാഹുവിന്റെ റസൂല് അത് മുഴുവനും ഏറ്റെടുക്കുകയാണ്. ഈ പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ ദീനിലും ആദർശത്തിലും അടിയുറച്ചു നിൽക്കുകയാണ്. തന്റെ കൂടെയുള്ള മുഅ്മിനീങ്ങൾക്ക് സമാധാനവും അവരുടെ മനസ്സിന് ഉറപ്പുകളും ധൈര്യങ്ങളും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ പറയുന്ന ദുരിതപൂർണമായ ഈ അവസ്ഥയിൽ ഏതൊരു മനുഷ്യനും, ഖന്ദഖ് യുദ്ധത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അത് ശത്രുക്കളുടെ ഭാഗത്ത് ആയുധം കൊണ്ടുള്ള യുദ്ധമല്ല, ബദറിലതായിരുന്നു, ഉഹദിലതായിരുന്നു. ഇത് മാനസികമായിട്ടുള്ള യുദ്ധമാണ്. ഖന്ദഖ് യുദ്ധത്തിന്റെ, അഹ്സാബ് യുദ്ധത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നത്. ഖന്ദഖ് യുദ്ധത്തിൽ മാനസികമായ സമ്മർദ്ദം താങ്ങാൻ കഴിയാൻ അള്ളാഹുവിന്റെ റസൂൽ അതിൽ അടിയുറച്ചു നിന്നു. ഈ പറയുന്ന ആദർശത്തിൽ തന്റെ കൂടെയുള്ള ആളുകൾക്ക് സമാധാനവും ധൈര്യം കൊടുത്തുകൊണ്ട് മുന്നേറി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ കപടവിശ്വാസികൾ അവിടെ മുസ്ലിമീങ്ങളായ ആളുകളെ മനസ്സ് തകർക്കാൻ വേണ്ടി പല ജാതി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും, കപടവിശ്വാസികൾ, ജൂതന്മാർ അവരുടെ ഭാഗത്തിൽ നിന്ന്, മുശ്രിക്കീങ്ങൾ അവരുടെ ഭാഗത്തിൽ നിന്ന്, ഇങ്ങനത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ക്ഷമിച്ചു നിന്നില്ല. ഇതിലൊക്കെ ആദർശത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോയില്ലേ എന്നതുപോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ റസൂലിനെ മാതൃകയാക്കിക്കൂടായ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇങ്ങനത്തെ വിഷയങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ മുന്നേറുമ്പോൾ, അള്ളാഹുവിന്റെ ഈ ദീനും ആദർശവുമായി ഈ ലോകത്ത് ആര് ജീവിക്കുകയാണെങ്കിലും വിമർശനങ്ങൾ വരും, എതിർപ്പുകൾ വരും, ഒറ്റപ്പെടുത്തൽ വരും, കഷ്ടപ്പെടുത്തൽ വരും, പല ഭാഗത്തിൽ നിന്നുമുണ്ടാകും. ശാരീരികമായ, മാനസികമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. കുടുംബത്തിൽ നിന്ന് വരും, കൂട്ടുകാരിൽ നിന്ന് വരും, നാട്ടുകാരിൽ നിന്ന് വരും, ഭരണകൂടങ്ങളിൽ നിന്ന് വരും. ഈ സമയത്ത് എന്ത് ചെയ്യും? ഒരാൾ എന്റെ ആദർശം ഒഴിവാക്കി പിന്നോട്ടടിക്കുക. ഇതിൽ അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് പറഞ്ഞത്. ഈ പറയുന്ന ആയത്തിൽ ആ സമയത്തും അതല്ലാത്ത വിഷയങ്ങളിൽ കൃത്യമായി നിങ്ങൾ മാതൃക സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയാണ് എന്ന് പറയുന്ന സന്ദേശമാണ് പരിശുദ്ധ ഖുർആനിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഈ പറയുന്ന മാതൃകയാക്കൽ
മുൻഗാമികളായ ഉത്തമരായ ആളുകൾ, സഹാബത്ത്, അവിടുത്തെ അനുചരന്മാർ, അവരുടെ ശേഷമുള്ള താബിഈങ്ങൾ, അവരെ പിന്തുടർന്ന താബിഈങ്ങളും അതിന്റെ ശേഷം വന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും ഉലമാക്കളും, ഈ കാലഘട്ടം വരെയുള്ള ആളുകൾ, അവർക്ക് പല ജാതി പ്രതിസന്ധികളുണ്ട്, പല ജാതി പരീക്ഷണങ്ങളുണ്ട്, പല ജാതി വിമർശനങ്ങളും എതിർപ്പുകളുമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ലഖദ് കാന സലഫു ഹാദിഹിൽ ഉമ്മത്തി മിനസ് സഹാബത്തി വത്താബിഈൻ വഗൈരിഹിം റളിയല്ലാഹു അൻഹു. മുൻഗാമികളായ സഹാബികൾ, അവരെ പിന്തുടർന്നു വന്ന താബിഈങ്ങളും അവരുടെ ശേഷം വന്ന ആളുകളും യഖ്തദൂന ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കി മുന്നേറുകയായിരുന്നു അവർ ചെയ്തത്. ഫിൽ ഖൗലി വൽ അമൽ, അവരുടെ വാക്കുകളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ ആരാധനകളിൽ, അവരുടെ വിശ്വാസങ്ങളിൽ, അവരുടെ മര്യാദകളിൽ, അവരുടെ സ്വഭാവങ്ങളിൽ മുഴുവൻ. അമലം ബിഖൗലിഹി തആല ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ മാതൃകയാക്കൽ കൃത്യമായി അവർ പാലിച്ചു എന്നുള്ളത്. ഓരോരോ വിഷയങ്ങളിലും, ഓരോരോ സമയങ്ങളിലും, ഓരോരോ സാഹചര്യങ്ങളിലും, വേഷത്തിന്റെ കാര്യത്തിലാണെങ്കിൽ, നമ്മുടെ സ്വഭാവത്തിന്റെ കാര്യത്തിലാണെങ്കിൽ, ആരാധനയിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ഇബാദത്തിന്റെ കാര്യത്തിൽ, ഇടപാടിന്റെ ഓരോ വിഷയങ്ങളിലും അള്ളാഹുവിന്റെ റസൂല് കൃത്യമായി നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ, കൃത്യമായ വഴി നമുക്ക് വെട്ടിത്തെളിയിച്ച് തന്നുപോയിട്ടുണ്ട്. ആ മാർഗം കൃത്യമായി ഒരാൾ പിൻപറ്റിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഈ ലോകത്തും പരലോകത്തും വിജയം പ്രദാനം ചെയ്യും. ഈ ആദർശത്തിൽ മുന്നേറാൻ അവന് തൗഫീഖും സഹായവും സംരക്ഷണവും അള്ളാഹുവിൽ നിന്നുണ്ടാകും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഹാദിഹിൽ ആയത്തുൽ കരീമ, സൂറത്തുൽ അഹ്സാബിൽ നമ്മൾ ഈ കേട്ട ഈ ആയത്ത് അസ്ലുൻ കബീറുൻ ഫി തഅസ്സി ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ മാതൃകയാക്കണം എന്ന് പറയുന്നതിലുള്ള അടിസ്ഥാനപരമായ ആദർശത്തിന്റെ അതിലെ തെളിവാണ്, അതിന് നമുക്കുള്ള മാർഗനിർദ്ദേശമാണ്. ഫി അഖ്വാലിഹി വ അഫ്ആലിഹി വ അഹ്വാലി, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ, അവിടുത്തെ അവസ്ഥകൾ, ഓരോ വിശേഷണങ്ങളിൽ. വലിഹാദാ അമറന്നാസ ബിത്തഅസ്സി ബിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ അഹ്സാബ്, അഹ്സാബിന്റെ ആ ദിവസത്തിൽ സഹാബികളോട് നിർദ്ദേശിച്ചു, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾ മാതൃകയാക്കി എന്നുള്ളത്. ഫി സ്വബരിഹി, അവിടുത്തെ ക്ഷമയിൽ, വ മുസാബറത്തിഹി, അവിടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടുള്ള കഠിനമായ നിലക്കുള്ള ക്ഷമ ചില സമയത്തുണ്ടാകും. വ മുറാബത്തിഹി, ശത്രുക്കൾ കടന്നു വരുന്ന വഴികൾ അത് നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ജാഗ്രതയോടുകൂടെ കഴിച്ചുകൂട്ടിയ സംഭവങ്ങൾ. വ മുജാഹദത്തിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാ നിലക്കുമുള്ള യുദ്ധങ്ങൾ, ആയുധം കൊണ്ടുണ്ട്, നാവ് കൊണ്ടുണ്ട്, തന്റെ അവയവങ്ങൾ കൊണ്ടുണ്ട്, തന്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ നിലക്കുമുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരം ചെയ്യലുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ, ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വിജയം വരും. അള്ളാഹു നമുക്ക് ആശ്വാസം നൽകും. അള്ളാഹു നമ്മെ അവഹേളിച്ചുകൊണ്ട്, നമ്മൾ സഹായിക്കാതെ ശത്രുക്കളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കൊന്നുമില്ല. പക്ഷേ നമ്മൾ ക്ഷമിക്കാൻ, നമ്മൾ ഈ ആദർശത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവേണ്ടി വരും. ഏകദേശം 2 മാസക്കാലമാണ് ഖന്തഖ് യുദ്ധത്തിന്റെ ആ അവസരത്തിൽ അവർ കഴിച്ചുകൂട്ടിയത്. 2 മാസത്തോളം ഏകദേശം. ആ സമയത്ത് ഒരു മനുഷ്യന് താങ്ങാൻ കഴിയാത്ത നിലക്കുള്ള ഈ പരീക്ഷണം, ഏത് നിമിഷം ശത്രുക്കൾ മദീനയിലേക്ക് ഇരച്ചു കയറി അവരുടെ കുടുംബങ്ങള്, കുട്ടികള്, നാടുകള്, വീടുകള്, മറ്റുള്ള മുഴുവനും നശിപ്പിക്കുന്നു എന്ന് പറയുന്ന മാനസികമായ ആ സമ്മർദ്ദത്തിൽ അള്ളാഹുവിന്റെ സഹായത്തിന് കാത്തുനിന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലവാതുല്ലാഹി വസലാമുഹു അലൈഹി ദായിമൻ ഇലാ യൗമിദ്ദീൻ. അള്ളാഹുവിന്റെ സലാമും ആ പ്രവാചകന്റെ മേൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവട്ടെ. വലിഹാദാ ഖാല തആല ലില്ലദീന തഖ്ലഖു, ആ പറയുന്ന യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ഉത്കണ്ഠ കാണിച്ച ആളുകൾ ഉണ്ടായിരുന്നു. വതവജ്ജറു, വിപ്രാളം കാണിച്ച ആളുകൾ ഉണ്ടായിരുന്നു. വതസൽസലു, മാനസികവും ശാരീരികവുമായി കിടുകിടുത്ത വറച്ച പേടിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അവരോട് വൽതറബു ഫി അംരിഹിം യൗമൽ അഹ്സാബ്, അഹ്സാബിന്റെ ആ ദിവസത്തിൽ കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ലാതെ ഉത്കണ്ഠപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂൽ അടിയുറച്ചു നിൽക്കുന്നില്ലേ, അല്ലാഹുവിന്റെ റസൂൽ ക്ഷമിക്കുന്നില്ലേ, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നില്ലേ, നിങ്ങളും അങ്ങനെ നിൽക്കി. കപട വിശ്വാസികളായ ആളുകൾ പറയുന്നത് കേട്ട് ശത്രുക്കളുടെ ഭീഷണിയുടെ മുന്നിൽ നിങ്ങൾ ഉത്സാഹപ്പെടല്ലേ, നിങ്ങൾ ഉത്കണ്ഠപ്പെടല്ലേ, നിങ്ങൾ പേടിക്കല്ലേ, നിങ്ങൾ ശാരീരികവും മാനസികവുമായി തകരല്ലേ എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഐ ഹല്ലഫതദൈതും ബിഹി, എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ റസൂലിനെ പിന്തുടർന്നുകൂടാ? വതഅസൈതും ബിശമാഇലിഹി, അവിടുത്തെ മാർഗനിർദ്ദേശങ്ങൾ, അവിടുത്തെ ജീവിത രീതികൾ അത് പഠിച്ച് ആ പ്രവാചകനെ നിങ്ങൾക്ക് മാതൃകയാക്കിക്കൂടാ എന്ന് പറഞ്ഞു. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, പക്ഷേ ഈ പറയുന്ന പ്രവാചകനെ മാതൃകയാക്കാൻ ഒരാൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അല്ലാമ നാസിർ സാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഈ പറയുന്ന യഥാർത്ഥ ഈമാൻ,
അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നുള്ള പ്രതീക്ഷയും അള്ളാഹുവിന്റെ പ്രതിഫലങ്ങളിലുള്ള മോഹവും ആഗ്രഹവും അതേപോലെ അള്ളാഹുവിന്റെ ശിക്ഷയും ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം മുൻഗാമികളായ ആളുകളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാനും പഠിക്കാനും ആഗ്രഹമുള്ളവർ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പഠിക്കാൻ തയ്യാറാകും. അത് ലഭിക്കുന്നത് ഏതൊക്കെ ഭാഗത്തിൽ കൂടി, ഏത് ഭാഷയിൽ കൂടിയാണ്? ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ അറബി അറിയുന്ന ആളുകൾ ഉലമാക്കളിൽ നേരിട്ടത് കേൾക്കാൻ അൽഹംദുലില്ലാഹ് അതിന് നമുക്ക് കഴിയും. അറബി അറിയാത്ത ആളുകളാണെങ്കിൽ ആ ഭാഷ പഠിക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ സമയം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ഇനി മറ്റുള്ള ഭാഷകളിലും അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഇന്ന് ധാരാളം ഉലമാക്കളുടെ ദർസുകൾ വിശ്വസ്തമായ മേഖലകളിൽ കൂടെ നമുക്കത് ലഭിക്കുന്നതാണ്. ആ പറയുന്ന മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇതാണ് അതിനുള്ള ഏറ്റവും ലളിതമായ എളുപ്പമായ മാർഗം. അതിന് പ്രോത്സാഹനമായി കൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാർ, ഉലമാക്കൾ, സഹാബികളും താബിഈങ്ങളും മുൻഗാമികളും അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ചില ഏടുകൾ വളരെ ചുരുങ്ങിയ നിലക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും ആദ്യം നാം ചെയ്യുന്ന നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഇബാദത്തുകൾ, ഓരോ കാര്യങ്ങളിലും നമ്മുടെ നിയ്യത്തിന്റെ പ്രാധാന്യം, നിഷ്കളങ്കത, ഇഖ്ലാസ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം, അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ടായിരിക്കണം. ഭൗതികമായ ഏതെങ്കിലും നേട്ടങ്ങളോ താല്പര്യങ്ങളോ, മനുഷ്യരാണ് നമ്മൾ, ബലഹീനരാണ് നമ്മൾ. പിശാച് നമ്മുടെ മനസ്സിൽ പലജാതി ചീത്തയായ ചിന്തകള്, ധാരണകള്, തോന്നലുകള്, താല്പര്യങ്ങള് അത് കൊടുക്കാൻ സാധ്യത ധാരാളമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും, പറയുന്നതിലാണെങ്കിൽ, കേൾക്കുന്നതിലാണെങ്കിൽ, ഇബാദത്തുകളിലാണെങ്കിൽ, സേവനങ്ങളിലാണെങ്കിൽ, ദഅവത്തിലാണെങ്കിൽ, ഇൽമു നേടുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മുടെ നിയ്യത്ത് അത് ക്ലിയറാണ്, അത് ഇഖ്ലാസോട് കൂടെയാണ്. അതിൽ മറ്റുള്ളവരെ കേൾപ്പിക്കണമെന്നുള്ളതോ, മറ്റുള്ളവരെ കാണിക്കണമെന്നുള്ളതോ, മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റണമെന്നുള്ളതോ, ഈ പറയുന്ന ദുഷിച്ച ചിന്തകളോ കാര്യങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മുൻഗാമികളായ ആളുകൾ കഠിനാധ്വാനം ചെയ്തിരുന്നു. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് നിങ്ങൾ പലപ്പോഴും കേട്ടതായിരിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സഹിഹായ ആ ഹദീസിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിശ്ചയം പ്രവർത്തനങ്ങൾ ഏതാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായത്, പരിഗണിക്കപ്പെടുന്നത്, പ്രതിഫലം ലഭിക്കുന്നത് നമ്മുടെ നിയ്യത്ത് നോക്കിയിട്ടാണ്, നിയ്യത്തനുസരിച്ചാണ്. അവന്റെ മനസ്സിൽ എന്താണുള്ളത് ഇത് അള്ളാഹുവിനും ഈ വ്യക്തിക്കും മാത്രം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ട് മനസ്സിലാക്കിയ മുൻഗാമികളായ ആളുകൾ അവരുടെ നിയ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം ജാഗ്രത കാണിക്കുന്നവരായിരുന്നു. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കാനു യതഅല്ലമൂന നിയ്യത കമാ യതഅല്ലമൂനൽ ഇൽം. മുൻഗാമികളായ ആളുകൾ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ നിയ്യത്ത് ശരിയാക്കുന്ന കാര്യം അവരത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അത് ചെയ്യുന്നവരായിരുന്നു. ഇൽമ് എങ്ങനെ പഠിക്കാൻ വേണ്ടി ഒരാൾ ശ്രമം നടത്തുന്നു, നമുക്കറിയാത്തൊരു മസാല. ഒരു വിഷയം പഠിക്കാൻ ഒരാൾ എത്രത്തോളം ജാഗ്രത കാണിക്കുന്നു, എത്രത്തോളം ശ്രദ്ധ കാണിക്കും എന്നതുപോലത്തെ ജാഗ്രത നമ്മുടെ നിയ്യത്ത് ശരിയാവാൻ വേണ്ടിയിട്ട് അവരതിൽ കാണിച്ചിരുന്നു എന്നത്. നിയ്യത്തിന്റെ കാര്യത്തിൽ മുൻഗാമികളായ ആളുകൾ, സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ പറഞ്ഞ ഈ കാര്യം, ഐ യതഅല്ലമൂനൽ ഇഖ്ലാസ്, നിഷ്കളങ്കത, എങ്ങനെയാണ് കളങ്കമില്ലാത്ത ശുദ്ധ തേന എന്ന് പറയുന്നത്, ശുദ്ധ പാലി എന്ന് പറയും. അതിൽ യാതൊരു വെള്ളത്തിന്റെയോ മറ്റുള്ള മായം ചേർക്കാത്ത ശുദ്ധ എന്ന് പറയുന്ന ആ വാക്ക് മലയാളത്തിൽ അത് പറയുമ്പോൾ അതിന്റെ കട്ടിങ്കരം നിങ്ങൾ കേട്ടില്ല എന്നതുപോലെയായിരിക്കണം നാം ചെയ്യുന്ന ഇബാദത്തുകൾ. ശുദ്ധമായതായിരിക്കണം, അതാണ് ഇഖ്ലാസ്. കറ കളഞ്ഞതായിരിക്കണം. അപ്പൊ അത് കറ കളഞ്ഞതാവാൻ നമ്മുടെ മനസ്സിലേക്ക് ദുഷിച്ച ചിന്തകളും കാര്യങ്ങളും കടന്നു വരാതിരിക്കാൻ നമ്മൾ ജാഗ്രത കാണിച്ചേ മതിയാവും. അതല്ലെങ്കിൽ പിശാച് നമ്മൾ അപകടത്തിൽപ്പെടുത്തി നാം ചെയ്യുന്ന മഹത്തായ കാര്യങ്ങൾ അത് നമുക്ക് ഫലമില്ല എന്ന് മാത്രമല്ല അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയമാകുന്ന നിലക്ക് ആക്കി തീർക്കും. നമ്മൾ ജാഗ്രത കാണിക്കുന്ന ആ വിഷയത്തിൽ. ഇഖ്ലാസിന്റെ കാര്യത്തിൽ വഇറാദത വജ്ഹില്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമായിരിക്കും അതിന്റെ പിന്നിൽ അവരുടെ ഉദ്ദേശം, താല്പര്യം, ലക്ഷ്യം അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമായിരിക്കും. കമാ യതഅല്ലമൂന ഇൽമൽ ഇബാദാത്തി വൽ മുആമലാത്ത്, ആരാധനയുടെ കാര്യത്തിൽ നിങ്ങൾ പഠിക്കലില്ലേ? വിഷയങ്ങൾ, നിസ്കാരം എങ്ങനെ, നോമ്പ് എങ്ങനെ, ഹജ്ജ് എങ്ങനെ, ഇല്ലേ? പഠിക്കലില്ലേ ആളുകൾ? അതേപോലെ തന്നെ ആളുകളുമായി ഇടപാടിന്റെ കാര്യത്തിൽ, കച്ചവടത്തിന്റെ കാര്യത്തിൽ, ബിസിനസിന്റെ കാര്യത്തിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഇടപാടിന്റെ കാര്യത്തിൽ ആളുകൾ പഠിക്കലില്ലേ? ഇത് പഠിക്കാതെ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ നാശത്തിലേക്ക് പോകൂലേ? ഈ പറയുന്ന ജാഗ്രത അവർ അതിൽ കാണിച്ചിരുന്നു. ഫൽ ഇഖ്ലാസു മത്ലബുൻ അസീസുൻ, അതുകൊണ്ട് തന്നെ ഇഖ്ലാസ് അത് വളരെ വിലപ്പെട്ട, വളരെ വീര്യമുള്ള ഒരു ആവശ്യമാണ്. ലാ യനാലുഹു ഇല്ലല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി ഹഖ്ഖാ, ശരിയായ ആദർശം, ശരിയായ വിശ്വാസം, ശരിയായി ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയ ആളുകൾക്ക് മാത്രമേ അങ്ങനെ തങ്ങളുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളിലും ഈ പറയുന്ന ഇഖ്ലാസോടുകൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ
നമ്മൾ ചെയ്യുന്ന ഏറ്റവും മഹത്തായ, ശരീരം കൊണ്ട് ചെയ്യുന്ന 2 ഷഹാദത്തിന്റെ ശേഷമുള്ള ഏറ്റവും മഹത്തായ ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിലുള്ള ആളുകളുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ആദ്യം ഈ ഉമ്മത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ഒരു ഷിആർ, ചിഹ്നം എന്ന നിലക്ക് ഏറ്റവും ആദ്യം നഷ്ടപ്പെടുന്നത് നിസ്കാരത്തിലുള്ള ഖുശൂഅ, അതിലുള്ള ഖുശൂ എന്ന് പറയുന്ന നമ്മുടെ ശരീരം അതിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം, നമ്മുടെ മനസ്സിൽ അതിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം, പറയുന്ന കാര്യങ്ങൾ കൃത്യത വേണം, നാം എന്താണോ പറയുന്നു അതിൽ നമുക്ക് ശ്രദ്ധയും സൂക്ഷ്മതയും വേണം, ഇഖ്ലാസിന്റെ പൂർണ്ണമായ വശത്തോടു കൂടുള്ള നിഷ്കളങ്കമ എന്നൊക്കെ നമ്മൾ ഇഖ്ലാസ് ഭയഭക്തിയോടെ എന്നൊക്കെ പറയും, നമ്മൾ മലയാളത്തിലാണ് പറയുന്നത്, പൂർണ്ണമാവുകയില്ല. ഈ ഖുശൂ ആയിരിക്കും ഏറ്റവും ആദ്യം ആളുകളിൽ നഷ്ടപ്പെടുക ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽ. ഏറ്റവും ആളുകൾ നിസ്കരിക്കുന്നുണ്ടാകും, പക്ഷേ അവിടെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുകയില്ല. ഈ പറയുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും ഇല്ലാതെ ഈ നിസ്കാരം എന്ന് പറയുന്നതാണ് ഉമ്മത്തിൽ ഏറ്റവും അവസാനമായിട്ട് പോകുന്നത്. പള്ളിയിൽ ധാരാളം ആളുകൾ നിസ്കരിക്കുന്നവരുണ്ടാകും, പക്ഷെ അതിൽ പരിശോധിച്ചു നോക്കിയാൽ ഖുശൂ ഉള്ള ആളുകളെ കാണാൻ നമുക്ക് വളരെ പ്രയാസമായിരിക്കും. ഇതാണ് ഖുശൂഇന്റെ കാര്യം. മുൻഗാമികളായ ആളുകൾ, നമ്മുടെ സലഫുകളായ ആളുകൾ ഈ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിച്ചിരുന്ന വിഷയങ്ങൾ അത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ കുറിച്ച് പറയാണ്, ഫഖദ് മക്കത സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല റഹ്മത്തുള്ളാഹി അലൈഹി 40 സനതൻ മാ അസ്സന അൽ മുഅസ്സിൻ ഇല്ലാ വഹുവ ഫിൽ മസ്ജിദ്. 40 വർഷം സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി ബാങ്ക് വിളിക്കുന്ന ആള് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹം റെഡിയാണ്, ഹാജറാണ്. 40 വർഷം നിസ്കാരത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു ഭാഗം. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അസ്മാ റളിയല്ലാഹു അൻഹയുടെ, സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനാണ്. മുഅ്മിനീങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി ഏറ്റവും ആദ്യം ഇസ്ലാമിലായിട്ട് ജനിച്ച മുഹാജിറുകൾക്ക് ഉണ്ടായ കുട്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരമകനാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അദ്ദേഹത്തിന്റെ നിസ്കാരത്തിനെ കുറിച്ച് പറയല്, അദ്ദേഹം ഇദാ സഫ്ഫ ലിസ്സലാത്തി കഅന്നഹു ഊദുൻ മിനൽ ഖുശൂ, നിസ്കാരത്തിന് വേണ്ടി സഫിൽ നിന്ന് കഴിഞ്ഞാൽ ഇതൊരു മരത്തടിയാണ് എന്ന ആളുകൾക്ക് തോന്നും. അദ്ദേഹത്തിന്റെ ഖുശൂഅ ഒരു ഇളക്കൂല്ല, ഒരു അനക്കൂല്ല. മറ്റു ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ഹറമിൽ വെച്ച് അദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ കടക്കുമ്പോൾ അവിടെയുള്ള ഈ ചെറിയ കുരുവി പക്ഷികളുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ കാണുന്നത്, ആ പക്ഷികൾ അദ്ദേഹത്തിന്റെ പുറത്തു വന്നിരിക്കുമായിരുന്നു. ഇതൊരു മരത്തടിയാണ്, ഇതൊരു പാറയാണ് എന്ന് തോന്നി. യാതൊരു അളക്കൂല്ല, യാതൊരു അനക്കൂല്ല, യാതൊരു പെടച്ചിലുമില്ല. ഇതായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അത് അദ്ദേഹത്തിന്റെ മാത്രമല്ല, മറ്റുള്ള പല അലി റളിയല്ലാഹു അൻഹുവിന്റെയൊക്കെ ചരിത്രങ്ങൾ കേട്ടാലും കാലിൽ അമ്പ് തറച്ചിട്ട് അത് നിസ്കാരത്തിന്റെ സുജൂദിന്റെ സമയത്ത് പറിച്ചിട്ട് അദ്ദേഹത്തിന്റെ വേദന അറിയാതെ സുജൂദ് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത് പറിച്ച് ഒഴിവാക്കിയില്ല എന്ന് ചോദിച്ച ഹദീസുകളൊക്കെ ഉണ്ട്. സഹിയാണ് റിയാദുസ് സാലിഹീൻ പോലത്തെ കിതാബുകളിൽ ഖുശൂഇന്റെ കാര്യത്തിൽ മുഴുവനും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ വിശാലമായ ലോകമാണ്. സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി, സൈനുൽ ആബിദീൻ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരമകനായിട്ടുള്ള സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹ് ലാ യത്റുകു സ്വലാത്തൽ ലൈലി ഇല്ലാ ലാ സഫറൻ വലാ ഹളർ, യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഖിയാമുൽ ലൈൽ അദ്ദേഹം ഒഴിവാക്കലേ ഇല്ലായിരുന്നു. വലമ്മാ റഅ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ചരിത്രം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഒരു സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകൻ സാലിം റഹിമഹുള്ള പറയാണ്, കാന റജുലു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, അദ്ദേഹം കാന റജുലു ഫീ ഹയാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുള്ള സമയത്ത് ഒരു മനുഷ്യൻ ഇദാ റഅ റുഅയൻ, ഒരു സ്വപ്നം കണ്ടാൽ, രാത്രി സമയത്ത് ഒരു സ്വപ്നം കണ്ടു, ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടാൽ, ഖസ്സഹ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വപ്നം വിവരിച്ചു കൊടുക്കും, റസൂൽ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു സ്ഥിരം. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഫതമന്നൈതു അൻ അറാ റുഅയ, ഞാൻ ഒരു സ്വപ്നം കണ്ടെങ്കിൽ എന്ന് മോഹിച്ചു പോയി. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ റസൂൽ അത് വിവരിച്ചു കൊടുക്കാൻ. വകുന്തു ഗുലാമൻ ശാബൻ, ഞാൻ ഒരു യുവാവായ, വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പുള്ള സമയമാണ്, യുവാവായ നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു. വകുന്തു അനാമു ഫിൽ മസ്ജിദി അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്ന് ഞാൻ മദീനത്തെ പള്ളിയിലാണ് രാത്രി കിടക്കൽ, വീട്ടിലല്ല. യുവാക്കള് തലബുൽ ഇൽമ് വിദ്യാർത്ഥികൾ അങ്ങനെ ചെയ്യലുണ്ട്, നിങ്ങൾക്ക് അതറിയുന്നതാണ്. പള്ളിയിലാണ് കിടക്കൽ.
അങ്ങനെ ഒരു ദിവസം എന്റെ ആഗ്രഹം പോലെ തന്നെ ഫറഅയ്തു ഫിന്നോമി, ഞാൻ ഒരു സ്വപ്നം കണ്ടു. കഅന്ന മലക്കൈനി, രണ്ട് മലക്കുകൾ വന്നിട്ട് അഖദാനി, എന്നെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഫദഹബാബി ഇലന്നാർ, എന്നെ നരകത്തിൽ കൊണ്ടുപോയി തള്ളുക. അതാണ് സ്വപ്നം കണ്ടത്. പേടിക്കാനുണ്ടല്ലോ പള്ളിയിൽ കിടക്കുന്ന സമയത്ത്. ഫഇദാ ഹിയ മത്വിയത്തുൻ കതയ്യിൽ ബിർ, ഒരു കിണർ പോലത്തെ നല്ല ആഴമുള്ള ഒരു സാധനമാണ് ഞാൻ കണ്ട ആ നരകം, സ്വപ്നത്തിൽ കണ്ട. വഇദാ ലഹാ ഖർനാൻ, അതിന് രണ്ട് കൊമ്പുണ്ട്. രണ്ട് കൊമ്പ് കിണറിനൊക്കെ ഉള്ളത് പോലത്തെ രണ്ട് തൂണ് പോലത്തെ രണ്ട് ഭാഗങ്ങൾ. വഇദാ ഫിഹാ ഉനാസുൻ, അതിൽ കുറെ മനുഷ്യന്മാരുമുണ്ട്. ഖദ് അറഫ്തുഹും, എനിക്ക് അവർ അറിയുന്ന ആളുകളുണ്ട്. ഫജഅൽതു അഖൂൽ അഊദു ബില്ലാഹി മിനൻ നാർ, അല്ലാഹുവേ നരകത്തിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്, ഇത് പേടിപ്പെടുത്തുന്ന സ്വപ്നമാണ്, അല്ലാഹുവിനോട് ഞാൻ നരകത്തിൽ നിന്ന് കാവലിനെ തേടി. ഖാല, അപ്പോ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലഖീനാ മലക്കുൻ ആഖർ, ഈ രണ്ട് മലക്കുകൾ പിടിച്ചു കൊണ്ടുപോകുന്ന ഈ രംഗം കണ്ടു, എന്നെ കൊണ്ടുപോയി തള്ളു. ഞാൻ പേടിച്ചപ്പോ അല്ലാഹുവിനോട് കാവലിനെ തേടിയപ്പോ ആ മറ്റൊരു മലക്ക് വന്നിട്ട് പറഞ്ഞു, ഫഖാല ലി ലം തുറ, പേടിക്കണ്ട പേടിക്കണ്ട, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷായല്ലോ. അങ്ങനെ ഫഖസസ്തുഹാ അലാ ഹഫ്സ, ഉമ്മുൽ മുഅ്മിനീൻ, എന്റെ സഹോദരി അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ഹഫ്സനോട് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, സംഭവം ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനുള്ള ലജ്ജ കൊണ്ട് ഒരു ഭാഗത്തിൽ കൂടെ, പേടി കൊണ്ട് മറ്റൊരു ഭാഗത്തിൽ കൂടെ, ബഹുമാനാദരവ് കൊണ്ട് വേറെ ഭാഗത്തിൽ കൂടെ. അപ്പൊ ഹഫ്സ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരിച്ചു കൊടുത്തു, അബ്ദുള്ള അങ്ങനെ സ്വപ്നം കണ്ടു, കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമർ റജുലു അബ്ദുല്ലാ, അബ്ദുള്ള വിവാഹം കഴിച്ചിട്ടില്ല, പള്ളിയിലാണ് കിടക്കുന്നത്, യുവാവാണ്, ചെറുപ്പക്കാരനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിഅമർ റജുലു അബ്ദുല്ലാ, അബ്ദുള്ള നല്ല ചെറുക്കൻ, നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിയാണ്. ലൗ കാന യുസല്ലി മിനൽ ലൈൽ, പക്ഷെ ഖിയാമുൽ ലൈലും കൂടി ഉണ്ടാവേണ്ടിയോ. ഫർളൊക്കെ ക്ലിയറാണ്, നിർബന്ധാതൊക്കെ ക്ലിയറാണ്, റവാത്തിബൊക്കെ ഓക്കെ. പക്ഷേ രാത്രിയുള്ള നിസ്കാരം കൂടി അബ്ദുള്ള നിർവഹിക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാലിം പറയാണ്, മകൻ പറയാണ്, വകാന ബഅദു ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീലാ, അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ടതിന്റെ ശേഷം വാപ്പ രാത്രി വളരെ കുറഞ്ഞ സമയം മാത്രമേ കടക്കലും ഉറങ്ങലുള്ളൂ എന്ന് അബ്ദുല്ലാഹ്. ഏത് പ്രായത്തിലാണ് ഇത് തുടങ്ങണു എന്ന് നോക്കണം. മകൻ ഈ പറയുന്ന സംഭവം നോക്കണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഇതായിരുന്നു നിസ്കാരത്തിന്റെ കാര്യം. മുൻഗാമികളായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന്റെ കാര്യം. ഫുളൈൽ ബിൻ ഇയാൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരിക്കൽ, ഇദാ ലം തഖ്ദിർ അലാ ഖിയാമിൽ ലൈലി വ സിയാമിൻ നഹാർ, മനുഷ്യ നിനക്ക് രാത്രി ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരത്തിന് കഴിയണില്ല, നമുക്ക് അങ്ങനെ ചിലപ്പോൾ ഉറക്ക് കൂടുതൽ വന്നിട്ട് നമുക്ക് എണീക്കാൻ കഴിയൂല, അങ്ങനത്തെ പ്രയാസം എനിക്ക് അനുഭവപ്പെടുക. പകൽ സമയത്ത് സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാൻ എനിക്ക് കഴിയുന്നില്ല, തിങ്കളാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം, മാസത്തിൽ 2-3 ദിവസം മറ്റുള്ള സുന്നത്തായ നോമ്പൊന്നും എനിക്ക് കഴിയുന്നില്ല, ഇങ്ങനത്തെ ഒരു ശാരീരികമായിട്ട് താങ്ങണില്ല, തന്റെ ശരീരം അതിന് നമുക്ക് വഴങ്ങിത്തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഫഅലം, നീ മനസ്സിലാക്കണം, അന്നക മഹ്റൂമുൻ മുകബ്ബൽ, അല്ലാഹുവിന്റെ തൗഫീഖ് ഇല്ലാത്ത വ്യക്തിയാണ്, നീ ഹതഭാഗ്യനാണ്, നിന്നെ ചങ്ങലക്കിട്ട് ബന്ധിക്കപ്പെട്ട ആളാണ്, നിന്റെ ശരീരത്തിനെ ആരോ കുടുക്കിട്ടേക്കാണ് എന്ന് നീ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഈ പറയുന്ന ഇടുക്കും കൊടുക്കും നിനക്കിതിന് സാധിക്കാതെ വരുന്നത്, തൗഫീഖില്ലാതെ വരുന്നത്, ഹതഭാഗ്യത നിനക്ക് അനുഭവപ്പെടുന്നത് ബിഖതീഅതി, നിന്റെ പാപങ്ങൾ കൊണ്ടാണ്, നിന്റെ തെറ്റുകൾ കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ സമയത്ത് അവനോട് മുനാജാത്ത്, സംഭാഷണം നടത്താൻ, അവന്റെ മുന്നിലേക്ക് ചെന്നു നിൽക്കാൻ നിനക്ക് കഴിയുന്നില്ല. ആ ഒരു സന്ദർശനത്തിന് നിനക്ക് അവസരമില്ല എന്നുണ്ടെങ്കിൽ നിന്റെ പാപം കൊണ്ട് നിന്റെ ശരീരം നിനക്ക് വഴങ്ങിത്തരുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തേണ്ടത് നമ്മളാണ്. മുൻഗാമികളായ ആളുകൾ അവർ പറഞ്ഞു തന്ന നസീഹത്തുകളാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റ് ഒരു സംഭവം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മുൻഗാമികളുടെ ദാനധർമ്മത്തിന്റെ വിഷയങ്ങൾ വിശാലമായ ലോകങ്ങളാണ്, നിങ്ങൾക്കത് പലപ്പോഴും അറിയുന്നതാണ്, കേട്ടതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കൽ പറയാൻ, കാന അബൂ ത്വൽഹത അക്സറുൽ അൻസാരി ബിൽ മദീനത്തി മാലൻ, മദീനയിലുള്ള അൻസാരികളുടെ കൂട്ടത്തിൽ നല്ല ധനികനായിരുന്നു അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അബൂ ത്വൽഹ എന്ന് പറയുന്നത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിനെ രണ്ടാമത് വിവാഹം കഴിച്ച ആളാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ബഹുമാനാദരണീയയായ സഹാബിയായിരുന്നു, വനിതയായിരുന്നു. അവര് രണ്ടാമത് വിവാഹം കഴിച്ചു. ആദ്യത്തെ വിവാഹത്തിലുള്ള കുട്ടിയാണ് അനസ് റളിയല്ലാഹു അൻഹു. രണ്ടാമത് വിവാഹം കഴിച്ച ആളാണ് അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ധനികനായിരുന്നു അദ്ദേഹം. മിൻ നഖലിൻ, ഈത്തപ്പന തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, മറ്റുള്ള ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു, കച്ചവടം. വകാന അഹബ്ബു അംവാലിഹി ഇലൈഹി ബൈറുഹ, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ടമുണ്ടായിരുന്നു മദീനയിൽ. അതിന്റെ പേര് ബൈറുഹ, ബൈറഹ എന്നായിരുന്നു. ആ തോട്ടത്തിന്റെ പേര് ബൈറഹ എന്നായിരുന്നു. വകാനത്ത് മുസ്തഖ്ബിലത്തുൽ മസ്ജിദ്, മദീനത്തെ മസ്ജിദ് നബവിയുടെ മുൻവശത്തായിരുന്നു, അതിനോട് അഭിമുഖമായിട്ടുള്ള തോട്ടമായിരുന്നത്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുഹാ വയശ്റബു മിമ്മാഇൻ ഫീഹാ തയ്യിബ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹയുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടെ തന്നെ ആ തോട്ടത്തിൽ കടന്നു ചെല്ലും ആവശ്യമുള്ള സമയത്ത്. അവിടെയുള്ള ശുദ്ധമായ മദീനയിലുള്ള വെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉപ്പ് രസമുള്ള വെള്ളമാണ് പല സ്ഥലങ്ങളിൽ. ചുരുക്കം ചില കിണറുകളിലും ചില പ്രദേശങ്ങളിൽ മാത്രമേ നല്ല ശുദ്ധമായ പ്യൂർ വാട്ടർ അവിടുന്ന് ലഭിക്കുകയുള്ളൂ. ഈ തോട്ടത്തിൽ അതുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിൽ കയറി ചെന്ന് ആ വെള്ളം കുടിക്കലുണ്ടായിരുന്നു. പ്രവാചകന് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു, പള്ളിയുടെ അടുത്തുള്ളതായിരുന്നു. ഇതായിരുന്നു ഇതിന്റെ സ്ഥിതി. ഫലമ്മ ഉൻസിലത് ഹാദിഹിൽ ആയ, പരിശുദ്ധ ഖുർആനിലുള്ള ഈ ആയത്ത് ഇറക്കപ്പെട്ടപ്പോൾ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ബിർറും തഖ്വയും ഈമാനും നന്മയും നിങ്ങൾ അതിന്റെ വക്താക്കളാവണോ എന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ദാനധർമ്മം ചെയ്യണം, ചെലവാക്കണം എന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പല ആളുകള് ചെലവാക്കും, പക്ഷേ രണ്ട് സാധനമുണ്ടെങ്കിൽ, നല്ലതും അല്പം താന്നതുമുണ്ടെങ്കിൽ പലരുടെ മനസ്സ് കൊടുക്കുന്നത് കുറച്ചും കൂടി അങ്ങനെ. ചുരുക്കം ചില ആളുകൾ, ഒരുപാട് ആളുകൾ രഹസ്യമായി പരസ്യമായി നന്മ ചെയ്യുന്നവരുണ്ടില്ല എന്നുള്ളതല്ല, പക്ഷേ ഈ ലുബ്ധത പലപ്പോഴും നമ്മൾ പിടികൂടുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് ചെലവാക്കുമ്പോഴേ നിങ്ങൾക്ക് ബിർറും തഖ്വയും, നിങ്ങൾ മുത്തഖീങ്ങളും നിങ്ങൾ ബിർറുള്ള സാലിഹീങ്ങളായ ആളുകളാവുകയുള്ളൂ, അത് നേടാൻ കഴിയുള്ളൂ എന്നുള്ളത്. ഖാമ അബൂ തൽഹത്തി, ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് പിന്നീട് അവിടെ സംശയോ, പിന്നീട് അവിടെ ആശയക്കുഴപ്പോ, പിന്നീട് അതല്ലെങ്കിൽ 8-10 പ്രാവശ്യം ചിന്തിക്കലോ അവരോട് ഇവരുടെ ലാല ഈ പറയുന്നതൊന്നുമില്ല. അദ്ദേഹം നേരെ ഖാമ അബൂ തൽഹത്ത ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ തൽഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട് ഫഖാല യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ തബാറക വതആല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന. വഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറഹ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ പറയുന്ന പള്ളിയുടെ അഭിമുഖമായി നിൽക്കുന്ന, നിങ്ങൾ കടന്നു വന്ന് വെള്ളം കുടിക്കുന്ന ഈ പറയുന്ന തോട്ടം എനിക്ക് എന്റെ സമ്പത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആ ആയത്ത് കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ വഇന്നഹാ സദഖത്തുൻ ലില്ലാഹി അർജു ബിർറഹാ വദഖറഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ ദാനമായിട്ട് നൽകി, അള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ അത് സദഖയായിട്ട് ദാനമായിട്ട് ഞാൻ നൽകി, അതിന്റെ നന്മയും അതിന്റെ പ്രതിഫലവും ആ ഒരു സമ്പാദ്യവും ആ സൂക്ഷിപ്പും അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്ക് ഖിയാമ നാൾ അത് ലഭിക്കണം. അവിടെയാണ് സമ്പാദ്യം, അവിടെയാണ് ബാലൻസ്, അവിടെയാണ് അക്കൗണ്ട്, അവിടെ തുറന്നു വെച്ചു, എനിക്കത് ലഭിക്കണമെന്ന്. അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരുന്ന മേഖല ഏതാണോ അവിടെ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തിക്കോളി, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു. ഏത് മാർഗത്തിൽ അത് ചെലവാക്കണം, എങ്ങോട്ട് കൊടുക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇത് കേട്ട സമയത്ത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റുള്ള മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത സഹീഹ് ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ ബഹ് അഥവാ സന്തോഷം കൊണ്ട് മതിമറന്നുകൊണ്ട് വളരെ വലിയ ആഹ്ലാദമുള്ള സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പ്രയോഗിച്ചൊരു വാക്കാണ് ബഹ്. അവരുടെ ഇടയിൽ അറിയപ്പെട്ട സന്തോഷമുള്ള സമയത്ത് അവർ പ്രയോഗിക്കുന്ന ആ വാക്ക് പറഞ്ഞു, ഇതാണ് ലാഭകരമായ ഒരു സമ്പത്താണ്, ഇതിൽ നഷ്ടമല്ല, ഇതിൽ നഷ്ടം തന്നെയല്ല, അതിൽ പരാജയവുമില്ല. ദാലിക മാലുൻ റാബിഹ്, ഇതാണ് വിജയിച്ച ലാഭമുള്ള സമ്പത്ത്, ഇതാണ് ദാലിക മാലുൻ റാബിഹ്, ഇത് ലാഭമുള്ള സമ്പത്താണ് എന്ന് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 2-3 പ്രാവശ്യം. വഖദ് സമിഅതു മാ ഖുൽത്, അബൂ തൽഹാനി പറഞ്ഞത് ഞാൻ കേട്ടു. വഇന്നി അറാ അൻ തജഅലഹാ ഫിൽ അഖ്റബീൻ, നിന്നോട് ഏറ്റവും അടുത്ത കുടുംബങ്ങൾ, പാവങ്ങളുണ്ട്, ദാരിദ്ര്യമുള്ളവരും ആവശ്യക്കാരും അത്യാവശ്യക്കാരുണ്ട്, അവർക്ക് കൊടുത്തളാ, ആ മാർഗത്തിൽ നീ അവർക്ക് അത് ചെലവാക്കിക്കളാ എന്ന് പറഞ്ഞു. കുടുംബബന്ധം ചേർക്കൽ അതിലുണ്ട്, ദാനധർമ്മത്തിന്റെ പ്രതിഫലമുണ്ട്. ഫഖാല അബൂ തൽഹ, അപ്പൊ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫ്അലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പൂർണ്ണ മനസ്സോടെ സംതൃപ്തനായി സന്തോഷത്തോടുകൂടെ ഞാനത് ചെയ്തോളാ എന്ന് പറഞ്ഞിട്ട് ഫഖസമഹ അബൂ തൽഹ ബി അഖാരിബിഹി വബനി അമ്മിഹി, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കുടുംബങ്ങളിൽ, അദ്ദേഹത്തിന്റെ പിതൃവ്യന്മാരുടെ മക്കളിൽ അത്യാവശ്യക്കാരായ ആളുകൾക്ക് അദ്ദേഹം അത് അവർക്ക് വേണ്ടിയിട്ട് ചെലവാക്കി ദാനമായിട്ട് നൽകി എന്നുള്ളത് ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ അലി ഇബ്നു ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി, അലി ഇബ്നു ഹുസൈൻ നമ്മൾ മുമ്പ് പറഞ്ഞ സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരമകനാണ്. അദ്ദേഹം ദഖൽ ഒരിക്കൽ കടന്നു ചെന്നു അലാ മുഹമ്മദ് ബിൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഹിബ്ബു റസൂലില്ലാഹി വബ്നു ഹിബ്ബി, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും പ്രിയമുണ്ടായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകനായ ഉസാമ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും പ്രിയമുള്ള ആളുകളാണ്, വാപ്പയും മകനും. സെയ്ദ് റളിയല്ലാഹു അൻഹു മൂത്തത്തി യുദ്ധത്തിൽ വെച്ചിട്ടാണ്, തബൂക്കിൽ ദൂരത്ത് ആ പ്രദേശത്തിലേക്ക് പോയി മുഅ്തത്തി എന്ന് പറയുന്ന ആ യുദ്ധത്തിൽ വെച്ച് റോമക്കാരായ കുഫാറുകളായ അവരുമായുള്ള യുദ്ധത്തിൽ ഷഹീദായ ആളാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ഇഷ്ടമായിരുന്നു. റസൂൽ വഫാത്താകുന്ന സമയത്ത് 17, 18, 16 പോലത്തെ ഈ വയസ്സ് പ്രായമുള്ള ആളായിരുന്നു.
അദ്ദേഹത്തിന്റെ മകനാണ് മുഹമ്മദ് ബിൻ ഉസാമ. മുഹമ്മദ് ബിൻ ഉസാമ അദ്ദേഹത്തിന്റെ അടുത്ത് അലി ബിൻ ഹുസൈൻ ഒരിക്കൽ കടന്നു ചെന്നു റളിയല്ലാഹു അൻഹു. ഫീ മറളിഹി, മുഹമ്മദ് ബിൻ ഉസാമ രോഗിയാണ്. ഫജഅല മുഹമ്മദ് യബ്കി, അപ്പൊ രോഗിയായി മരണം ഹാജരായ ഈ അസന്നിഗ്ധ ഘട്ടത്തിലാണ്, പ്രയാസകരമായ സാഹചര്യത്തിലാണ്. അപ്പൊ മുഹമ്മദ് ബിൻ ഉസാമ റഹ്മത്തുള്ളാഹി അലൈഹി കരയാൻ തുടങ്ങി. അപ്പൊ അലി ബിൻ ഹുസൈൻ ചോദിച്ചു, മാ ശഅനുക്, എന്തിനാ കരയുന്നത്, എന്താ വിഷയം? അപ്പൊ പറഞ്ഞു, അലയ്യ ദൈനുൻ, കുറച്ച് കടണ്ട്, ഞാൻ വഫാത്താകാൻ മരണപ്പെടാനെടുത്ത സമയമാണ്, രോഗാണ്, എന്തും സംഭവിക്കാം, ഈ കടണ്ട് വീട്ടാനുള്ള വഴിയില്ല. അപ്പൊ കാല അലി ഇബ്നു ഹുസൈൻ റഹ്മത്തുള്ളാഹി കം ഹുവ, എത്രണ്ട് കടം, എത്രണ്ട്, എന്താണ്? അപ്പൊ അദ്ദേഹം 15,000 ദീനാരിൻ, 15,000 പൊന്ന്. 15,000 പൊന്ന് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വലിയ ഭാരിച്ചൊരു സംഖ്യയാണ്, വളരെ ചെറുതൊന്നല്ല, പൊന്നാണിത്, വെള്ളിയുമല്ല. 15,000 ഉണ്ട്. അലി ഇബ്നു ഹുസൈൻ പറഞ്ഞു, ഹുവ അലയ്യ, ഞാൻ ഏറ്റെടുത്തു, പേടിക്കണ്ട, കരണ്ട, സങ്കടപ്പെടണ്ട, ഞാൻ ഏറ്റെടുത്തു. ഇതായിരുന്നു സലഫുകളുടെ രീതി. ഇതിന് അവർക്കുള്ള പ്രചോദനം അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗനിർദ്ദേശങ്ങളും അവിടുന്ന് കാണിച്ചു കൊടുത്ത വഴികളും തന്നെയാണ്. ഇതാണ് അവർക്കുണ്ടായിരുന്ന പ്രചോദനങ്ങൾ. ഇങ്ങനെയായിരുന്നു. വഖദ് കാന നാസും മിനൽ മദീനത്തി യഈശൂൻ, മദീനയിൽ പാവങ്ങളായ ദരിദ്രരായ കുറേ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, അവർ ജീവിച്ചു പോകുന്നുണ്ട്. ലാ യദ്റൂന മിൻ ഐന കാന മആശും, എവിടുന്നാണ് അവർക്കുള്ള വരുമാനം? പ്രത്യേകിച്ച് രാവിലെ സമയത്ത് അവരുടെ വീട്ടിന്റെ അടുത്ത് ഭക്ഷണ സാധനങ്ങളും വിഭവങ്ങളും അവർ പലപ്പോഴും കാണലുണ്ടായിരുന്നു. ആര് കൊണ്ടുവന്നു വെച്ചു, എവിടുന്ന് ഇത് കിട്ടി, എങ്ങനെ വന്നു, അവർക്കറിയൂല. പാവങ്ങൾ അങ്ങനെ ജീവിച്ചു പോകുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഫലമ്മ മാത അലി ഇബ്നുൽ ഹുസൈൻ റഹ്മഹുല്ലാഹ്, ഈ പറയുന്ന അലി ഇബ്നുൽ ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം വഫാത്തായതിന്റെ ശേഷം, അദ്ദേഹം മരണപ്പെട്ടതിന്റെ ശേഷം, ഫഖദു മാ കാനൂ യഅ്തൂന ബിഹി മിനൽ, രാത്രി സമയത്ത് അവർക്ക് കൊണ്ടുവരുന്ന ആ വിഭവം പിന്നെ കാണില്ല. ഇയാൾ വഫാത്തായതിനു ശേഷം ഈ പറയുന്ന വിഭവങ്ങളും ഭക്ഷണ സാധനം കാണില്ല. അപ്പോൾ ആൾക്ക് മനസ്സിലായി ഇദ്ദേഹം രാത്രി സമയത്ത് ആരും അറിയാതെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നു, അദ്ദേഹം രാത്രി മരണപ്പെട്ടതിന്റെ ശേഷം കുളിപ്പിക്കുന്ന സമയത്ത് ആളുകൾ അദ്ദേഹത്തിന്റെ പുറഭാഗത്ത് നല്ല ഭാരിച്ച തഴമ്പുകൾ കണ്ടിരുന്നു. ആർക്കും അറിയുകയില്ല എന്തുകൊണ്ട്, എങ്ങനെ. അപ്പൊ ഈ രാത്രി സമയത്ത് ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പുറത്ത് ഭക്ഷണം ഏറ്റിയിട്ട് ആരും അറിയാതെ രഹസ്യത്തിന്റെ അങ്ങേയറ്റത്തെ രഹസ്യത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്തതിന്റെ തഴമ്പുകളും അതിന്റെ അടയാളങ്ങളുമായിരുന്നു ഇത്. പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. ഇതുപോലെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് രാത്രി സമയത്ത് ഇങ്ങനെ കിട്ടലുണ്ടായിരുന്നു, എവിടുന്ന് വന്നു എന്നറിയൂല, ഇദ്ദേഹം മരിച്ചപ്പോഴാണ് സംഭവം എന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. ഇതാണ് അലി ഇബ്നുൽ ഹുസൈൻ. ഇദ്ദേഹത്തിന്റെ ചരിത്രം വളരെ സങ്കടകരമായ മറ്റു ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ വളരെ അറിയപ്പെട്ട മഹാനായ താബിഈയായിരുന്നു ഇദ്ദേഹം. മഹാനായ മുൻഗാമിയുടെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതനായിരുന്നു. ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറയാണ്, വകാന ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മൾ മുമ്പ് പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ സുബൈറിന്റെ ചരിത്രം, നമ്മൾ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സഹോദരനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ, അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനായ ഉർവ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് വലിയ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇദാ കാന അയ്യാമർ റത്ബി, ഈസപ്പഴങ്ങൾ പഴുത്ത് പാകമായി വരുന്ന ആ കാലഘട്ടം വന്നാൽ, പഴുത്ത് പാകമായി ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആ സമയമായാൽ, സല്ലമ ഹായിതഹു, അദ്ദേഹത്തിന്റെ തോട്ടത്തിന്റെ മതിലുകളും അതിന്റെ വേലികളും അദ്ദേഹം അതൊക്കെ വെട്ടിപ്പൊളിച്ചിട്ട് ഓപ്പനാക്കി തുറന്നിട്ട് പോകും. അദ്ദേഹത്തിന്റെ തോട്ടത്തിനുള്ള ചുറ്റുമതിലുകളും അതിന്റെ വേലികളൊക്കെ അദ്ദേഹം തുറന്നിട്ട് പോകും. അങ്ങനെ ഫയദ്ഖുലുന്നാസ്, ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾ അതിലേക്ക് കടന്നു ചെല്ലും. ഫയഅകുലൂന വയഹ്മിലൂൻ, അവിടെ വെച്ചിട്ട് അവർക്ക് വേണ്ടുന്ന ഈത്തപ്പഴങ്ങൾ അവർ പറിച്ചെടുത്ത് കഴിക്കും. അവർക്ക് വീട്ടിലേക്ക് കുടുംബങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടുപോകും ചെയ്യും. നമുക്ക് ഇവരുടെ ചരിത്രങ്ങൾ കേട്ടാൽ പലപ്പോഴും തോന്നും, ഇതൊക്കെ നടന്നത് തന്നെയാണോ, ഇതൊക്കെ കെട്ടുകഥകളാണോ, ഇതൊക്കെ സംഭവിച്ചത് തന്നെയാണോ, ഇത് യാഥാർത്ഥ്യങ്ങളാണ്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഇത് എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. വകാന ഇദാ ദഖലഹു റദ്ദദ ഹാദിഹിൽ ആയ, അങ്ങനെ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ ശേഷം കാണുന്ന സൂറത്തുൽ കഹ്ഫിലുള്ള ഈ ആയത്ത് അദ്ദേഹം നിരന്തരം പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നീ നിന്റെ തോട്ടത്തിലേക്ക് കടന്നു ചെന്ന സമയത്ത് സൂറത്തുൽ കഹ്ഫിലുള്ള 2 ആളുകളുടെ ചരിത്രങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. ഒരാൾ മുവഹിദും മുഅ്മിനുമായിരുന്നു, ഒരുത്തൻ മുശ്രിക്കും കാഫിറും നന്ദി കെട്ടവനുമായിരുന്നു. ഈ മുശ്രിക്കും കാഫിറുമായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈത്തപ്പഴത്തിന്റെ മുന്തിരിയുടെ തോട്ടങ്ങളും അതിന്റെ ഇടയിലുള്ള ഇടവേളകളും ധാരാളം കൊടുത്തിരുന്നു. അഹങ്കരിച്ചു, അവൻ ധിക്കാരം കാണിച്ചു, നന്ദികേട് കാണിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തോട്ടത്തെ നശിപ്പിച്ചു. അവന് മുഅ്മിനും മുവഹിദുമായ അവന്റെ കൂട്ടുകാരനായ ആള് അവർ കൊടുത്ത ഉപദേശമാണ്, വലൗലാ ഇദ് ദഖൽത ജന്നത, നിന്റെ തോട്ടത്തിലേക്ക് നീ കടന്നു ചെന്ന സമയത്ത് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അവന്റെ അനുഗ്രഹമാണ്.
അവന്റെ ഫളലാണ്, അവന്റെ റഹ്മത്താണ്. ലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നമുക്കൊരു കഴിവുമില്ല, നമുക്കൊരു പ്രാപ്തിയുമില്ല, നമുക്കൊരു തൗഫീഖുമില്ല എന്ന് എന്തുകൊണ്ട് മനുഷ്യൻ എനിക്ക് പറഞ്ഞുകൂടാ എന്ന് പറയുന്ന ഈ ആശയമുള്ള സൂറത്തുൽ കഹ്ഫിലുള്ള ആയത്ത് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി നിരന്തരം പാരായണം ചെയ്യും. അള്ളാഹു തന്നതാണ്, അള്ളാഹുവിന്റെ ഫളലാണ്, അവന്റെ ഔദാര്യമാണ്. എനിക്കത് തന്നു, ഞാനത് ലുബ്ധനായി പിശുക്കനായി എന്റെ അക്കൗണ്ടും എന്റെ റസീദുകളും എന്റെ ബാലൻസുകളും അത് കുമിഞ്ഞു കൂട്ടി മല പോലെ അത് ഒരുമിച്ച് കൂട്ടി വെക്കുന്നതിന് പകരം പാവങ്ങളായ ആളുകൾ കൊണ്ടുപോകട്ടെ. അള്ളാഹു തന്നതാണ്, അവൻ ഇതിന് ഈ ലോകത്തും പരലോകത്തും എനിക്ക് പകരം നൽകും എന്ന് പറയുന്ന ആദർശത്തിന്റെ മേൽ അറിയിക്കുന്ന ആയത്തുകൾ പാരായണം ചെയ്യുമായിരുന്നു. അദ്കാറുകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ പറയും. നാവ് കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും അതിനെക്കുറിച്ച് മുൻഗാമികളായ ആളുകൾ പരിശുദ്ധ ഖുർആൻ അദ്കാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മേലെ നിൽക്കുന്നതാണ്. അതിന്റെ പാരായണത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അത്ഭുതം തോന്നും നമുക്ക്. ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ കഷ്ടപ്പെടുത്തി. അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കാനോ അദ്ദേഹത്തിനെ സഹായിക്കാനോ അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിൽക്കാൻ ആരുമില്ലാത്ത നിസ്സഹായതയിൽ യജമാനായ മുശ്രിക്കായ മനുഷ്യൻ ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലുണ്ടായിരുന്ന തെരുവിലുണ്ടായിരുന്ന പിള്ളകളുടെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാൻ കണ്ടതുപോലെ ചെയ്തോളി. ഈ പറയുന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടതുപോലെ ചെയ്തു. ചോദിക്കാൻ ആരുമില്ല, പറയാൻ ആരുമില്ല, സംരക്ഷണം കൊടുക്കാൻ ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനുള്ള പ്രാപ്തി അന്ന് അതിനുകൊണ്ട് പോലെ ഇല്ലാത്ത ഇസ്ലാമിന്റെ ദീനിന്റെ തുടക്കത്തിന്റെ കാലം. അങ്ങനെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കയറിട്ടുകൊണ്ട് വസ്ത്രങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ ഒഴിവാക്കിക്കൊണ്ട് നഗ്നനായിക്കൊണ്ട് മക്കയിലുണ്ടായിരുന്ന പാറക്കൂട്ടങ്ങളിലൂടെ മരുഭൂമിയിൽ കൂടെ ചുട്ടുപഴുത്ത ആ പറയുന്ന പ്രദേശത്തിൽ കൂടെ വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ലാ തഉസ എന്ന് പറയ ബിലാൽ എന്ന് ഈ പറയുന്ന കുട്ടികൾ അദ്ദേഹത്തിനോട് പറയും. ലാ തഉസ എന്ന് പറയേ, ഞങ്ങൾ നിന്നെ മോചിപ്പിച്ചോളാം, നിന്നെ ഈ പറയുന്ന പ്രയാസത്തിൽ നിന്ന് പീഡനത്തിൽ ഞങ്ങൾ നിനക്ക് സംരക്ഷണം തരാം എന്ന് പറയുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടേയിരിക്കും അഹദുൻ 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 അഹദുൻ. അദ്ദേഹത്തിന്റെ ദാഹം കൊണ്ട്, വിശപ്പ് കൊണ്ട്, വേദന കൊണ്ട്, ദുരിതം കൊണ്ട് അതിലേറെ പൂർത്തിയാക്കാൻ കഴിയാത്ത നിലക്ക് ശ്വാസം പുറത്തേക്ക് വരാതെ, അദ്ദേഹത്തിന്റെ വാക്കുകൾ പുറത്തേക്ക് വരാതെ അഹദുൻ അഹദുൻ എന്ന് മാത്രം അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹത്തിനോട് പറയും ഖുൽ അല്ലാത വൽ ഉസ്സ, ഈ പറയുന്ന വിഗ്രഹങ്ങളെ കുറിച്ച് മുശ്രിക്കീങ്ങളായ അവരുടെ ബിംബങ്ങളെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് പറയേ. ഖാല ലാ ഉഹ്സിനുഹു, എന്റെ നാവ് അതിന് വഴങ്ങുന്നില്ല, എനിക്ക് ഈ വിഗ്രഹങ്ങളെ പുകഴ്ത്താൻ എന്റെ നാവ് വഴങ്ങുന്നില്ല, കഴിയുന്നില്ല. അഹദ് അഹദ് എന്ന് പറയാനേ കഴിയുന്നുള്ളൂ. ഇതായിരുന്നു ദിക്ർ, ഇതായിരുന്നു സ്വഭാവം, ഇതായിരുന്നു അവരുടെ ആദർശം, ഇതായിരുന്നു അവരുടെ ജീവിതം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്കാറുകളെ കുറിച്ച് പറഞ്ഞതും ഈ പറയുന്ന അദ്കാർ കൊണ്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന നേട്ടങ്ങളും അതിന്റെ പ്രോത്സാഹനങ്ങളും ധാരാളമായി ഈ പറയുന്ന ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പല കിതാബുകൾ അൽ കലിമത്ത് തയ്യിബ് പോലത്തിലും മറ്റുള്ള കിതാബുകളിലും പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, അസ്ദിക്റു യുഅതി അസ്സാകിറ ഖുവ്വതൻ, ദിക്ർ അല്ലാഹുവിനെ കുറിച്ചുള്ള അദ്കാറുകൾ പരിശുദ്ധ ഖുർആനാണെങ്കിലും മറ്റുള്ള അദ്കാറുകളാണെങ്കിലും ആ പറയുന്ന ദിക്ർ ഒരാൾക്ക് അവന്റെ നാവിൽ കൂടെ, അവന്റെ നാവിൽ കൂടെ, അവന്റെ അവയവങ്ങളിൽ കൂടെ, അവന്റെ മനസ്സിൽ കൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ദിക്ർ ഒരാൾക്കുണ്ടാകുമ്പോ ആ പറയുന്ന സ്മരിക്കുന്ന മനുഷ്യന് ഖുവ്വതൻ, അവന് ഒരു എന്തെന്നില്ലാത്ത പ്രത്യേകമായ ഒരു ശക്തി നൽകും. ഹത്താ ഇന്നഹു ലയഫഅലു മഅ ദിക്രി മാ ലം യظن ഫിഅലഹു ബിദൂനി, അള്ളാഹുവിന്റെ അദ്കാറുകളോട് കൂടെ അവൻ ചില കാര്യങ്ങൾ ചെയ്യും ഒരു വ്യക്തി. പക്ഷെ അവൻ ചിന്തിക്കാൻ ഇത് എങ്ങനെ എന്നെ കൊണ്ട് കഴിഞ്ഞു, ഇത്ര ഭാരിച്ച ഈ കാര്യം, ഇത്ര വലിയ വിഷയം എങ്ങനെ ഏറ്റെടുത്ത് നടത്താൻ എനിക്ക് കഴിഞ്ഞു എന്ന് അവന് അത്ഭുതത്തോടുകൂടെ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഈ അദ്കാറുകളോട് കൂടെ ആ മനുഷ്യന് കഴിയും. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവായി കൊണ്ട് പറയാണ്, വലഖദ് ഷാഹത്തു, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. മിൻ ഖുവ്വത്തി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശക്തി, അദ്ദേഹത്തിന്റെ ധീരത, അദ്ദേഹത്തിന്റെ ഉത്സാഹം, അദ്ദേഹത്തിന്റെ ആവേശം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ നാവ് കൊണ്ടും അദ്ദേഹത്തിന്റെ പേന കൊണ്ടും അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ കൊണ്ടും മൂർച്ചയുള്ള വാളുകളും അമ്പുകളും പോലെ യുദ്ധ ഉപകരണങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്ത പണ്ഡിതനാണ്. പണ്ഡിതന്മാർ പലപ്പോഴും അവരുടെ പേനകൾ കൊണ്ട് എഴുതിണ്ടാകും. പല ആളുകളും പറയുന്ന ആളുകളുണ്ടാകും, നാവ് കൊണ്ട് പറയും. പക്ഷേ രക്തം ചിന്തുന്ന അവസരത്തിൽ, ശരീരത്തിൽ മുറിവാകുന്ന വിഷയത്തിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞോളം എന്നുണ്ടാകും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഈ 3 നിലക്കുമുള്ള യുദ്ധം നയിച്ച ആളാണ്, അതിന് നേതൃത്വം കൊടുത്ത ആളാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളായ രാജാക്കന്മാർ ചെന്നിട്ട് പ്രോത്സാഹനം കൊടുത്ത് ശത്രുക്കോട് യുദ്ധം, പ്രത്യേകിച്ച് താർക്കാലികളായ
ശക്തരായ കുഫാറുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് നിന്ന ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം. അദ്ദേഹത്തിന്റെ ചില ശക്തി എന്ന് പറയാണ് ഈ പറയുന്ന അദ്കാറോട് കൂടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ശക്തി ഫീ സുനനിഹി, അദ്ദേഹത്തിന്റെ ഓരോ രീതികളിൽ, അദ്ദേഹത്തിന്റെ സംസാരത്തില്, വഇഖ്ദാമിഹി, ശത്രുക്കളുടെയും കുഫാറുകളായ ഭരണാധികാരിയുടെയും മുന്നിലേക്ക് ചെല്ലുന്ന വിഷയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വകിതാബഹി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ എഴുതുന്ന വിഷയത്തിൽ അംറൻ അജീബൻ, അത്ഭുതാവഹമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. വകാന യക്തുബു ഫിൽ യൗമി മിന തസ്നീഫി മാ യക്തുബുഹു അന്നാസിഖു ഫീ ജുമഇഹി വഅക്തർ. മറ്റ് ആളുകൾ ഒരാഴ്ച മുഴുവൻ എഴുതിണ്ടാക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എഴുതിണ്ടാക്കും. അഖീദത്തുൽ വാസ്തി അദ്ദേഹം ഹജ്ജിനോ ഉംറക്കോ പോകുന്ന സമയത്ത് ളുഹർ മുതൽ അസ്ർ വരെയുള്ള സമയം, അതല്ലെങ്കിൽ അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തിൽ അദ്ദേഹം എഴുതിണ്ടാക്കിയതാണ് അഖീദത്തുൽ വാസ്തിയ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മഹത്തായ ഗ്രന്ഥമാണ്. ഇന്നൊരാൾ അള്ളാഹുവിനെ കുറിച്ച് ശരിക്കൊന്ന് പഠിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അഖീദത്തുൽ വാസ്തിയ പഠിച്ചേ മതിയാകും. അത്ര വ്യക്തമായി, അത്ര ഭംഗിയായി, അത്ര വിശദമായി ഒരു ഗ്രന്ഥങ്ങൾ മറ്റൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ലഭിക്കാത്തൊരവസ്ഥയിലാണ്. വളരെ കുറഞ്ഞ സമയം ഒരു യാത്രയിൽ അദ്ദേഹത്തിനോട് വാസിത്ത് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഭരണാധികാരി പറയാണ്, ആളുകൾ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്, അവ്യക്തകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പിന്തുടരാൻ പറ്റുന്ന നിലക്ക് അതിൽ കുത്താബ് സുന്നത്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു ചെറിയ ഗ്രന്ഥം എഴുതി തരും. ആ സമയത്ത് അദ്ദേഹം എഴുതി കൊടുത്തു. ളുഹർ മുതൽ അസ്ർ വരെയുള്ള സമയവും അതല്ലെങ്കിൽ അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള ആ വളരെ കുറഞ്ഞ സമയത്തിൽ എഴുതി. ഇന്നും ആ മഹത്തായ അഖീദത്തുൽ വാസിത്തിയ മുസ്ലിം ലോകത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെയും അതിന്റെ വിദ്യാർത്ഥികളുടെ ഇടയിലും ഏറ്റവും ബൃഹത്തായ, ഏറ്റവും വ്യക്തമായ, ഏറ്റവും ആദർശത്തിന്റെ നിറവും അതിന്റെ നന്മയുമുള്ള വ്യക്തമായ ഗ്രന്ഥമായി നിലനിൽക്കുന്നു. അള്ളാഹുവിന്റെ ഫضل കൊണ്ട് നമ്മുടെ മർക്കസിലൊക്കെ അതിന്റെ കിതാബ് ചെറിയ നിരക്ക് അവിടെ വെച്ച് നമ്മൾ പറയുകയും ചെയ്തിരുന്നു. അഖീദത്തുൽ വാസിത്തിയ അത് പഠിക്കണം, നമ്മൾ കേൾക്കുകയും ചെയ്യാം. അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യക്തതയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഖുശൂവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും തഖ്വയും സൂക്ഷ്മതയും ഒരാൾക്കുണ്ടാവാൻ ആ പറയുന്നത് പോലത്തെ ഗ്രന്ഥങ്ങൾ പഠിക്കണം. അദ്ദേഹത്തിന്റെ എഴുത്ത് എങ്ങനെയായിരുന്നു? വഖദ് ഷാഹദൽ അസ്കറു മിൻ ഖുവ്വതിഹി ഫിൽ ഹർബി അംറൻ അളീമ. അദ്ദേഹം പങ്കെടുത്ത യുദ്ധങ്ങളിലുള്ള ഭരണാധികാരികളും സൈന്യങ്ങൾക്കും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ധീരതയും അദ്ദേഹത്തിന്റെ ശക്തിയും കണ്ട് അവർക്ക് അത്ഭുതം തോന്നിയിരുന്നു. എന്തുകൊണ്ട് ദിക്ർ അതോടുകൂടെ ഒരു മനുഷ്യന് അവന് സാധാരണ ചെയ്യാൻ കഴിയാത്തതിലേറെ ഒരു ശക്തി, ശാരീരികമായ മാനസികമായ ഒരു ബലം ഒരാൾക്ക് അദ്കാറോടുകൂടെ കിട്ടും? എന്താ തെളിവ്? എന്താണ് അതിന് തെളിവായിക്കൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞത്? അതിന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു പ്രേരിപ്പിച്ചത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയൊരു സംഭവം നിങ്ങൾ പലപ്പോഴും കേട്ടതാണ്. അവർക്ക് വീട്ടിലുള്ള ജോലികൾ പ്രയാസം ബുദ്ധിമുട്ടുണ്ടായിട്ട് സേവനത്തിന് വേണ്ടിയിട്ട് ഒരു അടിമ സ്ത്രീയെ വേണം, ഒരു അടിമയെ വേണം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയെ പറഞ്ഞയച്ചു. റസൂലിന്റെ അടുത്ത് ഒരുപാട് അടിമകൾ, സ്ത്രീകളും പുരുഷന്മാരും വരുന്ന സമയമാണ്. തരും, മകൾക്കാണ്, കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ചെന്നു. അവിടെ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ ചെന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ ആയിഷ റളിയല്ലാഹു അൻഹയോട് വിവരം അവതരിപ്പിച്ചു. അവർ തിരിച്ചു പോന്നു. രാത്രി സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വീട്ടിൽ വന്ന് വിവരം അറിഞ്ഞ് അവരുടെ അടുത്തേക്ക് വരുന്നത്. അവർ കടക്കാൻ വേണ്ടിയിട്ട് വിരിപ്പിൽ അവർ കടന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹയും. അങ്ങനെ അവിടെ ചെന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്താ? അൻ യുസബ്ബിഹ കുല്ല ലൈലത്തിൻ ഇദാ അഖദു മലാജിഅഹുമ. കടക്കാൻ വേണ്ടി നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ എല്ലാ രാത്രിയിലും നിങ്ങൾ തസ്ബീഹ് പറയാ 33 പ്രാവശ്യം. വയഹ്മദ 33 പ്രാവശ്യം ഹംദ് പറയാ അൽഹംദുലില്ലാഹ്. വയുകബ്ബിറ 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയും. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. 100 പ്രാവശ്യമായി. 100 അദ്കാറുകൾ. ഇത് പറയാൻ വേണ്ടി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഉറങ്ങാൻ പോകുന്ന സമയത്ത്, കടക്കുന്ന സ്ഥലം അവർ എത്തിയാല്. ലമ്മാ സഅലതുഹുൽ ഖാദിം, ഒരു ഖാദിമിനെ ചോദിച്ച സമയത്ത്, വശക്കത്ത് ഇലൈഹി മാ തുഖാതിഹി മിന അത്ഹനി വസ്സഈ വൽ ഖിദ്മതി, വീട്ടിലുള്ള മാവ് കുഴക്കലുണ്ട്, ഭക്ഷണം പാകം ചെയ്യലുണ്ട്, മറ്റുള്ള വീട്ടിലുള്ള ഒരുപാട് ജോലികളും കാര്യങ്ങളും ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് വഖാല, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ഖൈറുൽ ലകുമാ മിൻ ഖാദിമിൻ. സേവനത്തിന് വേണ്ടി, സഹായത്തിന് വേണ്ടി നിങ്ങളൊരു ഖാദിമിനെ, ഒരു സർവന്റിനെ ചോദിച്ചല്ലേ, ഒരു വേലക്കാരെ ചോദിച്ചതല്ലേ, അതിലേറെ ഉത്തമം ഇതാണ്. ചില ആളുകൾ ചില വീട്ടിലൊക്കെ ഇതുപോലെ വേലക്കാരൊക്കെ വെച്ചിട്ട് അത് തന്നെ പിന്നെ ഒരു വേലയായും അതൊരു വലയായും പ്രയാസമായും എത്രയോ കുടുംബങ്ങളുണ്ട്. ആളുകൾ
മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനം പറയാനോ അതല്ലെങ്കിൽ അതിന് പ്രയാസങ്ങൾ വെക്കണ്ട എന്നുള്ളതല്ല, ഉപയോഗിക്കണ്ട എന്നുള്ളതല്ല. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത, നമുക്ക് ആത്മാർത്ഥതയില്ലാത്ത പലരും വെച്ചിട്ട് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വീട്ടിലും പല ജാതി പ്രയാസങ്ങൾ നമ്മൾ പലപ്പോഴും പലരും കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഖാദിമിനിലേറെ ഏറ്റവും നല്ലത് ഇതാണ് എന്ന് പറഞ്ഞു. ഇന്നഹു ഖൈറുൽ ലക്കുമാ മിൻ ഖാദിമിൻ ഫഖീല എന്നിട്ട് പറയപ്പെടുകയാണ് ഇന്നമൻ ദാവമ അലാ സാലിക്. ഈ പറയുന്ന അദ്കാർ ഉറങ്ങുന്ന സമയത്ത് ഒരാൾ പതിവാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വജദ ഖുവ്വതൻ ഫീ യൗമിഹി യുഗ്നീഹി അൻ ഖാദിമിൻ. അവന്റെ ജീവിതത്തിൽ ഒരു വേലക്കാരിലേറെ ഏറ്റവും ഉപകാരപ്പെട്ട നിലക്ക് ഒരു ശക്തിയും ഉന്മേഷവും ആവേശവും ഈ വ്യക്തിക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള ഒരു ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു സ്വന്തം മകൾക്ക്. അതുപോലെ തന്നെ മരുമോൻ അവരുടെ ഭർത്താവിൻ അലി റളിയല്ലാഹു അൻഹു പോറ്റ മകനാ റസൂലിന്റെ പോകല്ലേ. കുറച്ച് അല്ലേ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകാൻ ഒമ്പതിനായിട്ടുള്ളൂ. وبارك على نبينا محمد وعلى آله وأصحابه أجمعين. അള്ളാഹുവിന്റെ ഫضل കൊണ്ട് നമ്മൾ ഇശാ നിസ്കാരത്തിന്റെ ശേഷം മഗ്രിബിന്റെ ശേഷം പറഞ്ഞ നിസ്കാരത്തിന്റെ മുമ്പ് പറഞ്ഞ ആ കാര്യത്തിന്റെ തുടർച്ചയായിക്കൊണ്ട് പറയാണ് അദ്കാറുകൾ, മുൻഗാമികളായ ആളുകൾ സിക്റിന് കൊടുത്ത പ്രാധാന്യങ്ങൾ. സിക്റിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഈ ഹദീസിൽ കൂടെ തന്റെ മകൾക്കും തന്റെ മരുമോനും പറഞ്ഞു കൊടുത്ത അതിന്റെ ഫضലുകൾ ഉലമാക്കൾ അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു തന്ന അധ്യാപനങ്ങൾ. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറഞ്ഞ മറ്റ് ഒരു കാര്യം, വസമിഅതു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി, ഇബ്നു ഖയ്യിം പറയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഞാൻ കേട്ടു യദ്കുറു അസറൻ ഫി ഹാദൽ ബാബ്. അദ്കാറിന്റെ ശ്രേഷ്ഠത, സിക്റിന്റെ ഫضൽ, അതുകൊണ്ട് നമുക്കുള്ള നേട്ടം, അതിനെക്കുറിച്ച് പറയുന്ന ഒരു അസർ. ഈ അസർ അതിനെക്കുറിച്ച് ഹദീസിന്റെ പണ്ഡിതന്മാര് മൊത്തത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് സ്വീകാര്യയോഗ്യമായ അസറാണ്. ഇബ്നു അബി ദുനിയ പോലത്തെ പണ്ഡിതന്മാർ, ഹദീസിന്റെ പണ്ഡിതൻ, മറ്റുള്ളവരും അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് ശേഷം ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. ഇന്നൽ മലായികത ലമ്മ ഉമിറു ബിഹംലിൽ അർശ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ ചുമക്കുന്ന മലക്കുകളെ സൃഷ്ടിക്കുകയാണ്. 4 മലക്കുകളാണ് ഇപ്പോ ഈ ലോകത്തുള്ള ഈ കാലഘട്ടത്തിൽ അർശിനെ ചുമക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത്. ഖിയാമത്ത് നാളിൽ പരലോകത്ത് യൗമുൽ ആഖിറിൽ വയഹ്മിലു അർശ റബ്ബിക യൗമ ഫൗഖഹും യൗമഇദിൻ 8. ഖിയാമത്ത് നാളിൽ 8 മലക്കുകളായിരിക്കും എന്നുള്ളത്. ഈ മലക്കുകളുടെ ഓരോരുത്തരുടെ വലുപ്പത്തിനെ കുറിച്ച് സഹിഹായ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ പറഞ്ഞത് ഈ അർശിനെ ചുമക്കുന്ന ഒരു മലക്കിന്റെ വലുപ്പത്തിനെ കുറിച്ച് വിശദീകരിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അള്ളാഹു എനിക്ക് അനുവാദം തന്നു. അദ്ദേഹത്തിന്റെ ചെവിയുടെ താഴ്ഭാഗം അവിടെ മുതൽ അദ്ദേഹത്തിന്റെ ഈ കൈപ്പൽ എന്ന് പറയുന്ന ആ ഭാഗത്തിലേക്കുള്ള വൈദൂരം 600 വർഷത്തെ വൈദൂരമാണ് ഒരു മലക്ക്. അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ആ പറയുന്ന മലക്കിന്റെ വലുപ്പം. അവർ ചുമക്കുന്ന അർശിന്റെ വലുപ്പം എത്രയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ അർശിൽ അദീം, അവന്റെ അളമത്ത്, അള്ളാഹുവിന്റെ കിബിരിയ, അള്ളാഹുവിന്റെ ഔന്നിത്യം അത് എത്രയാണ്? ആ അള്ളാഹുവിനെ അപേക്ഷിച്ചുകൊണ്ട് അവന്റെ സൃഷ്ടികളായ മനുഷ്യരായ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ വലുപ്പം എത്രയാണ്? നമ്മളിത് മനസ്സിലാക്കിയാൽ, ശരിക്കതിനെക്കുറിച്ചൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നാം ഒന്നുമല്ല. ഈ ഒരവസ്ഥയിലാണ് സുബ്ഹാനഹു വ തആല. ഇങ്ങനത്തെ ഈ അർശിനെ ചുമക്കുന്ന മലക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന് ശേഷം അവരോട് അർശ് ചുമക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. അപ്പൊ മലക്കൾ ചോദിച്ചു, യാ റബ്ബന കൈഫ നഹ്മിലു അർശക, നിന്റെ അർശിനെ എങ്ങനെ ഞങ്ങൾ വഹിക്കും? വഅലൈഹി അളമതുക വജലാലുക, നിന്റെ ഔന്നിത്യവും നിന്റെ മഹത്വവും അതിന്റെ മേലെയാണ്. അർറഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാനായ അള്ളാഹു അർശിന്റെ മേലെയാണ്. ഈ അർശിനെ എങ്ങനെ ഞങ്ങൾ ചുമക്കുക? ഞങ്ങൾക്ക് അതിനെങ്ങനെ കഴിയും? അപ്പൊ ഫഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഖൂലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ കൻസും മിൻ കുനൂസിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ നിധിയാണ്. എന്താണ് നിധി എന്ന് പറഞ്ഞാൽ? നിധി എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകൾക്കാർക്കും അത് തുറക്കാനും എടുക്കാനും കഴിയാത്ത അങ്ങനത്തെ സംരക്ഷിതമായ ഒരു സംഭവമാണ്. ഈ പറയുന്നത് നമുക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരു മനുഷ്യൻ പറയുന്ന അതനുസരിച്ച് സ്വർഗ്ഗത്തിൽ അവന്റെ നിധികൾ അവൻ വർദ്ധിപ്പിക്കുകയാണ്. അത് നഷ്ടപ്പെടാനേ പോകും. ഈ വ്യക്തിക്ക് തൗഹീദോടുകൂടെ അവൻ മരിച്ചു ചെല്ലുന്ന പക്ഷം ഏതെങ്കിലും ഒരു കാലത്ത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവൻ അത് ലഭിച്ചേ മതിയാവും. അതാണ് നിധി എന്ന് പറയുന്നത്. അതാണ് നിധി എന്ന് പറഞ്ഞത്. എടുത്തുപയോഗിക്കുന്ന അതല്ലെങ്കിൽ നമുക്ക് ചെലവായി പോകുന്ന ഒരു സമ്പാദ്യമല്ല ഇത്.
ഇതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞ ഹദീസുകളുണ്ട്. നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയും. ഫലമ്മാ ഖാലൂ ഹമലൂഹു, അവർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അർശിനെ അവർക്ക് ചുമക്കാനുള്ള കഴിവും ഇസ്തിഫാഅത്തും അല്ലാഹു നൽകി. അവർ അതിനെ വഹിച്ചു. ഹത്താ റഅയ്തു ഇബ്നു അബി ദുനിയ, ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് പറയാണ്, ഇബ്നു അബി ദുനിയ റഹ്മഹുല്ലാഹ് ഞാൻ കണ്ടു, ഖദ് ദക്കറ ഹാദൽ അസറ, ഈ പറയുന്ന ഹദീസ് ബിഐനിഹി, ഈ നിലക്ക് തന്നെ അദ്ദേഹം അത് പറഞ്ഞു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനിൽ ലൈസ് ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അൻ മുആവിയ ഇബ്നു സാലിഹ് റഹിമഹുല്ലാഹ്. ഈ ഹദീസിന്റെ അതിന്റെ സനദും റിവായത്തുമാണ് പറഞ്ഞത്. ഖാല ഹദസനാ മശായിഖുന അന്നഹു ബലഗഹും, അവർക്ക് കിട്ടിയ വിവരമാണ്, അന്ന അവ്വല മാ ഖലഖ അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ആദ്യം അർശിനെ സൃഷ്ടിച്ചതിന്റെ ശേഷം അത് വഹിക്കാനുള്ള മലക്കുകളെ സൃഷ്ടിച്ചു. ഹീന കാന അർശുഹു അലൽ മാഇ, വെള്ളത്തിന്റെ മുകളിലായിരുന്നു അർശ് ആദ്യം. ഹമലത്തുൽ അർശിനെ സൃഷ്ടിച്ചു. ഖാലു റബ്ബനാ ലിമ ഖലഖതന, എന്തിനാണ് അല്ലാഹുവേ നീ ഞങ്ങളെ സൃഷ്ടിച്ചത്? ഇത്ര വലിയ അജാനുവാഹുകളായ, ഇത്ര വലിയ വലിപ്പും അളമത്തുമുള്ള ഈ മലക്കുകൾ ഞങ്ങളെ നീ എന്തിനാണ് സൃഷ്ടിച്ചത് അല്ലാഹുവേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖലഖതുകും ലിഹംലി അർശി, എന്റെ അർശ് വഹിക്കാനാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. അവർ ചോദിച്ചു, റബ്ബനാ വമൻ യഖ്വ അലാ ഹംലി അർശിക, നിന്റെ അർശ് ചുമക്കാൻ ആർക്കാണ് കഴിയുക? വഅലൈഹി അളമതുക വജലാലുക വവഖാറുക, നിന്റെ ഔന്നിത്യവും നിന്റെ ഉന്നതിയും നിന്റെ വഖാറും ബഹുമാനവും ആദരവും അത് മുഴുവനും അതിന്റെ മുകളിലാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ലിദാലിക ഖലഖതുകും, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് അതിനു വേണ്ടി തന്നെയാണ്. അവർ വീണ്ടും അല്ലാഹുവിനോട് പ്രയാസം എന്നുള്ള നിലക്ക് തിരിച്ചു ചോദിച്ചപ്പോൾ അല്ലാഹു യഖൂലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് അവന്റെ മുന്നിൽ നേരിടുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് വർദ്ധിപ്പിച്ചാൽ അവൻ അറിയാത്ത ഭാഗത്തിൽ കൂടെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള കഴിവ്, പ്രാപ്തി, തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകും. ഇതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ല. ഇസ്തിആനത്തിന്റെ ദിക്ർ എന്നാണ് ഉലമാക്കൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. സഹായത്തിനെ തേടുന്നത്. നമുക്ക് കഴിയൂല, നമ്മൾ അബലരാണ്, അശക്തരാണ്, നമുക്ക് പ്രാപ്തിയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് എല്ലാ കാര്യത്തിനും ഒരു കഴിവും പ്രാപ്തിയുള്ള അവനാണ്. ഞാൻ അവനെ ഏൽപ്പിച്ചു, അവനിൽ ആശ്രയിച്ചു, അവനോട് സഹായത്തെ തേടി. ഇതവർ പറഞ്ഞ സമയത്ത് അവരത് വഹിച്ചു എന്നുള്ളത്. വഹാദിഹിൽ കലിമ ലഹാ തഅ്സീറുൻ അജീബുൻ ഫീ മുആലജത്തിൽ അശ്ഗാലി സഅബ, പ്രയാസകരമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് മഹത്തായ ഈ വചനങ്ങൾക്ക് പ്രത്യേകമായ അതിന്റെ ഫലങ്ങൾ നമുക്ക് അനുഭവപ്പെടും. വതഹമ്മുലിൽ മശാഖ്, പ്രയാസകരമായ കാര്യങ്ങൾ ഏൽക്കുമ്പോൾ, വദ്ദുഖൂലി അലൽ മുലൂക്കി, അധികാരം ആധിപത്യമുള്ള ആളുകളിൽ കടന്നു ചെല്ലുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അവർക്ക് ശക്തിയുണ്ട്, അവർക്ക് കഴിവുണ്ട്, അവർക്ക് അധികാരമുണ്ട്, അവർക്ക് ഭരണമുണ്ട്, നമ്മൾ എന്താ ചെയ്യുക? നമ്മളിങ്ങനെ അവരുടെ ഭീഷണിയുടെ മുന്നിൽ നമ്മൾ നിസ്സഹായരായി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആദർശത്തിൽ മുന്നോട്ട് പോകും. താർത്താരികളായ ജംഗിസ് ഖാൻ എന്ന് പറയുന്ന താർത്താരികളുടെ രാജാവിന്റെ അടുത്തേക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് അന്നുണ്ടായിരുന്ന സിറിയയിലുണ്ടായിരുന്ന നാട്ടിലുള്ള പ്രമുഖരുമായി കടന്നു ചെന്ന സംഭവങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആ ഭരണാധികാരിയുടെ മുന്നിൽ ചെന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം സംസാരിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ തോന്നി ഏത് നിമിഷം ഇദ്ദേഹത്തിനെ പിടികൂടും, കൊല്ലാൻ വേണ്ടിയിട്ട് ഓർഡർ പറയും. എങ്ങനെ ഈ രാജാവിന്റെ ഇത്ര ശക്തനായ, കരുത്തനായ, അധികാരിയായ, മനുഷ്യന്മാരുടെ ചോരയിൽ കയ്യും കാലിട്ടും ഇട്ടുവാരിയ ഈ ഭരണാധികാരിയുടെ മുന്നിൽ എങ്ങനെ ഈ മനുഷ്യൻ ചെന്ന് ഇബ്നു തൈമിയ എങ്ങനെ കാര്യങ്ങൾ പറയും? ഷെയ്ഖുൽ ഇസ്ലാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുകയും അദ്ദേഹം എന്താവശ്യത്തിന് വേണ്ടി ചെന്നോ അത് നേടിയിട്ട് തിരിച്ചു പോലും ചെയ്തത്. ഭരണാധികാരിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒന്നും ചെയ്തതുമില്ല. നമ്മൾ ഈ കുഫാറുകളും മുജ്രിമീങ്ങളും അതേപോലെ തന്നെ ഫാസിസ്റ്റുകളും ഇസ്ലാമിന്റെ ശത്രുക്കളും പല ജാതി ഭീഷണികളുമായിട്ട് വരുമ്പോൾ നമ്മൾ സഹായരും അബലരും അശക്തരും ഒന്നും കഴിയാത്തവരായി പിന്മാറേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ പറയുന്ന ലാ ഹൗല വലാ ഖുവത ഭരണാധികാരികളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ, അധികാരം ആധിപത്യമുള്ള ആളുകളിലേക്ക് ചെല്ലുമ്പോൾ, വമൻ യഖാഫു വറുകൂബൽ അഹ്വാൽ, ഏതെങ്കിലും ഭീഷണികൾ പേടിപ്പെടുന്ന ആളുകൾ, അതേപോലെ തന്നെ വലിയ വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ആളുകൾ, വലഹ അയ്ളൻ തഅ്സീറുൻ ഫീ ദഫഇൽ ഫഖർ, ദാരിദ്ര്യത്തിനെ ഒഴിവാക്കുന്ന കാര്യത്തിൽ, സാമ്പത്തികമായി ശാരീരികമായുള്ള ബലഹീനതകൾ, ദാരിദ്ര്യത്തിനെ പേടിക്കുന്ന ആളുകൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതിന്റെ അർത്ഥം ആശയം കൃത്യമായി മനസ്സിലാക്കി അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അത് പറയുന്ന സമയത്ത് വമ്പിച്ച ഫലങ്ങൾ അതിനുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറ്റുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹി ഒരിക്കൽ പറയാണ്, ഹളർതു ഷെയ്ഖുൽ ഇസ്ലാമി മറ, ഒരു സമയത്ത് ഞാൻ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയുടെ അടുത്ത് ചെന്നു. സല്ലൽ ഫജ്ർ, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി ഫജ്ർ നിസ്കാരം, സുബ്ഹി നിസ്കാരം നിസ്കരിച്ച സമയത്ത് ഞാൻ ഷെയ്ഖിന്റെ അടുത്ത് ചെല്ലുന്നത്, ഇബ്നു തൈമിയയുടെ അടുത്തേക്ക്. സുമ്മ ജലസ യദ്കുറുല്ലാഹ്, നമ്മൾ പറഞ്ഞ മുൻഗാമികളുടെ അദ്കാറിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ സമയത്ത് അദ്ദേഹം അള്ളാഹുവിനെ ദിക്ർ പറഞ്ഞുകൊണ്ട് ആ പറയുന്ന ഫജ്ർ നിസ്കരിച്ച സ്ഥലത്ത് ഇബ്നു തൈമിയയായിരുന്നു. ഇലാ ഖരീബിൻ മിൻ ഇന്തിസാഫിൻ നഹാർ, ഏകദേശം ഒരു ദുഹറോട്, പകലിന്റെ മധ്യത്തിന്റെ ആ സമയം വരെ,
ഫജ്ർ നിസ്കരിച്ച് ആ സ്ഥലത്ത് തന്നെ അള്ളാഹുവിനെ ദിക്ർ പറയും. ഖുർആൻ പാരായണം അതിലുണ്ടാകും, മറ്റുള്ള അദ്കാറുകൾ ഉണ്ടാകും. അദ്കാറു സബാഹ് വൽ മസാ അതിലുണ്ടാകും. ഈ പറയുന്ന അദ്കാറുകൾ പറഞ്ഞു. സുമ്മൽ തഫത ഇലയ്യ, അങ്ങനെ ഏകദേശം ഉച്ചയുടെ പകലിന്റെ പകുതി ഭാഗമായ സമയത്ത് എന്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഹാദിഹി ഗദുവത്തി, ഇതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ പറയും ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നവർ, നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, രാവിലെ നല്ലത് കഴിക്കും അല്ലേ. എന്റെ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഇതാണ്. ഗദുവത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കഴിക്കുന്ന, പ്രഭാതത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ അറബിയിൽ പറയും ഗദ എന്ന് പറയും. ഇതാണ് എന്റെ ഗദുവത്ത്. വലൗലം അതഗദ്ദൽ ഗദാ സഖതത് ഖുവതി, ഈ ഭക്ഷണം ഞാൻ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റെ ശക്തിയും എന്റെ ഈ കഴിവൊക്കെ അത് താന്നു പോകും, അത് തകർന്നു പോകും, എനിക്ക് നഷ്ടപ്പെടും. അതായിരുന്നു സലഫുകളുടെ അദ്കാറുകൾ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അനുഭവമാണ്. മറ്റുള്ള ഉലമാക്കളുടെ ഖുർആൻ പാരായണത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്ന ആളായിരുന്നു. ശത്രുക്കൾ അദ്ദേഹത്തിന് കൊല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇതുപോലെ ഈ പറയുന്ന സ്റ്റൂള് പോലത്തെ അതല്ലെങ്കിൽ ഇതുപോലത്തെ സാധനത്തിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ ഖുർആൻ ഉണ്ടായിരുന്നു. അത് മറിച്ചു വെച്ചുകൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന സമയത്താണ് ശത്രുക്കൾ അദ്ദേഹത്തിനെ വെട്ടിവധിക്കുന്നത്. ഫസയക്ഫീകഹുമുള്ള എന്ന് പറയുന്ന ആ ആയത്തിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന്റെ രക്തം തെറിച്ചത് ഇന്ന് മുസ്ലിം ലോകത്തുള്ള ലൈബ്രറികളിൽ അത് സംരക്ഷിക്കപ്പെട്ട് ഉള്ളതാണ്. പണ്ഡിതന്മാരത് പറയുന്നത്. ആ വഫാത്താകാൻ പോകും, ശത്രുക്കൾ വന്ന് ഏത് നിമിഷം കൊല്ലപ്പെടുമെന്നുള്ള ആ സമയത്ത് പോലും നിരന്തരം ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അനുഭവം വിവരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുന്ന ഈ ഖലീഫ അദ്ദേഹം ഭരണം നടത്തുന്ന സമയത്ത് മുസ്ലിം ലോകത്തു നിന്നുള്ള ധാരാളം സമ്പത്തുകൾ മദീനയിലേക്ക് കയറ്റി അയക്കപ്പെടുന്ന കുമിഞ്ഞുകൂടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾ ധാരാളം പരിശുദ്ധ ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുക ഖലീഫ, ഭരണാധികാരി. അദ്ദേഹത്തിന്റെ സ്വഭാവം ഇതായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ലൗ തഹറത്തു ഖുലൂബുന, നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധമായി ശുദ്ധിയായി വരുന്ന പക്ഷം മാ ശബിഅനാ മിൻ കലാമി റബ്ബിന, അല്ലാഹുവിന്റെ ഈ വചനങ്ങൾ പാരായണം ചെയ്താൽ നമുക്ക് മതി വരികയില്ല, നമുക്ക് വയറ് നിറയുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ ചില വീഴ്ചകൾ, ചില രോഗങ്ങൾ, ചില വീക്ക്നെസ്സുകൾ അതുണ്ടായത് കൊണ്ടാണ് നമുക്കിത് പാരായണം ചെയ്യാൻ അത്തരങ്ങട്ട് കഴിയാതിരിക്കുന്നത്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇമാം സഹബി റഹ്മത്തുള്ളാഹി അലൈഹി ശൈഖുൽ ഇസ്ലാമിനെ കുറിച്ച് പറയാണ്, ഫജറ ബൈനഹു വബൈനഹും ഹമലാത്തുൻ ഹർബിയ്യ. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെയും അദ്ദേഹത്തിന്റെ എതിർഭാഗത്തുള്ള ആളുകളുടെയും വലിയ യുദ്ധങ്ങൾ പലതും നടന്നു. വഖഅത്തുൻ ഷാമിയ്യത്തുൻ വമസ്രിയ്യ, ഷാമിൽ ഒരുപാട് സംഭവങ്ങൾ, മിസ്റിൽ ഒരുപാട് സംഭവങ്ങൾ, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യൽ, അദ്ദേഹത്തിനെ ജയിലിലേക്ക് അയക്കൽ, ശത്രുക്കൾ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കൽ, ഭരണാധികാരികളോട് അടുത്തു ചെന്നുകൊണ്ട് ഇബ്നു തൈമിയ്യയെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കൽ, പല ജാതിക്കാരെയും. വകം മിൻ നൗബത്തിൻ ഖദ് റമൗഹു അൻ വാഹിദ, പല ഭാഗത്തിൽ നിന്നും എത്ര വലിയ അപവാദങ്ങളും ദുരിതങ്ങളും എത്ര വലിയ പരീക്ഷണങ്ങളുമായിട്ട് അദ്ദേഹത്തിന് അവര് പിടികൂടി. ഫയുൻജിഹില്ലാഹു തആല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ ഈ പറയുന്ന പരീക്ഷണങ്ങളിൽ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്താണ്. വിശ്വാസത്തിൽ പേച്ച ആളാണ്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളാണ്, ഭരണാധികാരികൾക്കെതിരെ ചെയ്യുന്ന ആളാണ്, നാട്ടിൽ പ്രശ്നം, ഇങ്ങനെ പല ജാതി ബിദ്അത്തിന്റെയും ലലാലത്തിന്റെയും വഴികേടിന്റെയും കക്ഷികൾ, സൂഫിയത്തിന്റെ, ഖുറാഫാത്തിന്റെ, റാഫിളിയത്തിന്റെ, ഷിയയ്യത്തിന്റെ ആളുകൾ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് ഭരണാധികാരികൾക്ക് ചൊല്ലും. ഈ പറയുന്ന വിഷയങ്ങളിൽ മുഴുവൻ ഫയുൻജിഹില്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും. فإنه دائم الابتهال كثير الاستغاثة قوي التوكل ثابت الجأش لو أرادوا ولو له أوراد وأذكار يدمنها. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ധാരാളം സമയത്ത് അള്ളാഹുവിനോട് കേണപേക്ഷിച്ചുകൊണ്ട്, അതേപോലെ തന്നെ അള്ളാഹുവിനോട് ധാരാളം സഹായത്തിന് തേടിക്കൊണ്ട്, അള്ളാഹുവിൽ അതിശക്തമായ ഭരമേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ ശരീരവും കട്ടിയോടുകൂടെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ധാരാളം അദ്കാറുകളും ദുആകളും അദ്ദേഹം ഒരുവിടുമായിരുന്നു. ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിന്റെ, അദ്ദേഹത്തിനെ കുറിച്ച് പണ്ഡിതന്മാരെപ്പോഴും പറയും അദ്ദേഹം ഒരു സദസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെ വെച്ച് തന്നെ അദ്ദേഹം ആ സദസ്സിലേക്ക് അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള അവർ അറിയുമായിരുന്നു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, ഈ പറയുന്ന ദിക്റുകൾ അദ്ദേഹം ശബ്ദത്തോടു കൂടെ തന്നെ പറഞ്ഞുകൊണ്ട് ഷേഖ് വരുന്നുണ്ട് എന്നുള്ളത് സദസ്സിലുള്ള ആളുകൾക്ക് ഈ ശബ്ദം, ഈ ദിക്ർ കേൾക്കുന്ന സമയത്ത് അവർക്ക് അറിയുമായിരുന്നു. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ചരിത്രങ്ങളും ഇതാണ്. ഏതെങ്കിലും സദസ്സിൽ ചെന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം നിരന്തരം അദ്കാറുകളിലായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ദർസോ കിതാബുകളോ പ്രത്യേകിച്ച് സഹീഹ് മുസ്ലിമുകളുടെ ഹദീസുകൾ വായിക്കാൻ പറഞ്ഞു കൊടുക്കും. ഏതെങ്കിലും കല്യാണത്തിനോ സൽക്കാരങ്ങൾക്കോ മറ്റുള്ള വലീമകൾക്കോ മറ്റുള്ള ആളുകൾ വിളിച്ചു എന്നുണ്ടെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾ, എന്തൊക്കെ വിശേഷങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് അവസ്ഥകൾ എന്ന് ചോദിക്കുക. അത് കഴിഞ്ഞാൽ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി നിരന്തരം ടെലിഫോണിൽ കൂടെ വരുന്ന ഫത്വകൾക്ക് മറുപടി പറയലായിട്ടും കിതാബുകൾ വിശദീകരിച്ചു കൊടുക്കുക. ആളുകളുടെ ദിന്യവിയാ സംസാരങ്ങൾക്ക് യാതൊരു അവസരം കൊടുക്കാതെ നിലയ്ക്ക് ഈ പറയുന്ന ദർസും കാര്യങ്ങൾ നിർത്തിയെന്നുണ്ടെങ്കിൽ നിരന്തരം അവർ ഈ അദ്കാറുകളും കാര്യങ്ങളും പറയുന്നവരായിരിക്കും.
അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഓർമ്മയും സ്മരണയും ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതിനെക്കുറിച്ച് ശിഷ്യന്മാരും മറ്റവരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വലിബിൻ തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി മാ റഅയ്തു ഷൈഅൻ യുഗസ്സി അൽ അഖല വർ-റൂഹ, അദ്ദേഹത്തിന്റെ ഒരു വാക്ക്, ഒരു മനുഷ്യന്റെ ബുദ്ധിക്കും അവന്റെ ആത്മാവിനും ഏറ്റവും നല്ല വിഭവങ്ങൾ നൽകുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. വയഹ്ഫദുൽ ജിസ്ം, ശരീരത്തിൽ ശക്തിയും ഉന്മേഷവും ആവേശവും അതിന്റെ സംരക്ഷണം നൽകുന്നത്. വയദ്മനു സആദ, മനുഷ്യന് വിജയം ഈ ലോകത്തും പരലോകത്തും. അക്സറ മിൻ ഇദാമത്തിൻ നളരി ഫീ കിതാബില്ലാഹി തആല, പരിശുദ്ധ ഖുർആനിൽ കഴിയുന്നിടത്തോളം കൂടുതൽ അതിലേക്ക് കണ്ണ് കൊടുക്കുക എന്നുള്ളത്, അതിൽ നിരന്തരം നോക്കുക എന്നുള്ളത്, പാരായണം ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിലേറെ ഒരു മനുഷ്യന്റെ ശരീരത്തിനും അവന്റെ ആത്മാവിനും അവന്റെ ബുദ്ധിക്കും ഉപകാരപ്രദമായ മറ്റൊന്ന് ഞാൻ കണ്ടിട്ടേ. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കാണ്. ഇങ്ങനെ ധാരാളം അദ്ദേഹത്തിന്റെ അഖ്വാലുകൾ ഈ വിഷയമായി നമുക്ക് കേൾക്കാനും കാണാനും കഴിയും. താബിഈങ്ങളിൽപ്പെട്ട സഫ്വാൻ ഇബ്നു സുലൈം റഹ്മത്തുള്ളാഹി അലൈഹി സിയറു അഅലാമുൻ നുബൈയിൽ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ സഫ്വാൻ ഇബ്നു സുലൈം റഹ്മത്തുള്ളാഹി അലൈഹി താബിഈ പ്രമുഖനായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ അലിയുൽ മദീനി പ്രമുഖരായ ഹദീസിന്റെ പണ്ഡിതന്മാരും അദ്ദേഹം സ്വീകാര്യയോഗ്യമായ ആളാണ്, വിശ്വസ്തനാണ്, മഹാനായ ഹദീസിന്റെ പണ്ഡിതനാണ്. ഈ നിലക്കൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ് ഈ സഫ്വാൻ ഇബ്നു സുലൈം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ നിസ്കാരത്തിനെ കുറിച്ച് പലപ്പോഴും പണ്ഡിതന്മാർ പറയും, കാന സഫ്വാൻ ഇബ്നു സുലൈമിൻ യുസല്ലി അല സത്ഹി ഫിൽ ലൈലത്തിൽ ബാരിദ ലിഅല്ലാ യജീഅഹു അൻ-നൗം. നല്ല തണുപ്പ് കൂടുതലുള്ള മദീനത്തൊക്കെ നല്ല തണുപ്പാണ്, ജിദ്ദയിൽ അത്ര തന്നെ നല്ല തണുപ്പാണ്. ഈ നല്ല തണുപ്പുള്ള രാത്രികളിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിൽ കയറി അവിടെ വെച്ചാണ് ഖിയാമുൽ ലൈൽ നിസ്കരിക്കുക. കാരണം ഉറക്കു വരാതിരിക്കാൻ വേണ്ടി നല്ല തണുപ്പുള്ള രാത്രിയിൽ വീടിന്റെ മുകളിൽ വെച്ച് അദ്ദേഹം സുന്നത്ത് നിസ്കരിക്കലുണ്ടായിരുന്നു. ചൂട് കാലത്താണെന്നെങ്കിൽ വീടിന്റെ ഉള്ളിൽ വെച്ച് വിയർത്തൊലിച്ച് നിസ്കരിക്കുമായിരുന്നു, ഉറക്കു വരാതെ, ശരീരം വിശ്രമത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. മുൻഗാമികളുടെ ഇബാദത്തിന്റെ കാര്യം. അദ്ദേഹത്തിന്റെ മറ്റൊരു ചരിത്രം ഖാല ഇബ്നു ഉയൈന, സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹജ്ജ സഫ്വാൻ ഇബ്നു സുലൈം ഹജ്ജിന് പോയി. ഫദഹബത്തു ബിമിന, അങ്ങനെ ഞാൻ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മഹുല്ലാഹ് മഹാനായ പണ്ഡിതനാണ്, ഹദീസിന്റെ പണ്ഡിതനാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഹജ്ജിന് ചെന്ന സമയത്ത് മിനയിലേക്ക് ഞാൻ പോയിട്ട്, നിങ്ങൾ ആരെങ്കിലും സഫ്വാൻ ഇബ്നു സുലൈമിനെ അറിയോ? ആളുകളോട് ചോദിച്ചു. അപ്പൊ ഫഖീല ലി, എന്നോട് പറഞ്ഞു, ഇദാ ദഖൽത മസ്ജിദൽ ഖൈഫ്, മിനയിലുള്ള മസ്ജിദുൽ ഖൈഫ് ആ പള്ളിയിൽ നിങ്ങൾ ചെന്നാല് ഫഅത്തിൽ മനാറ, അതിന്റെ മിനാറത്തിന്റെ അടുത്ത് നീ ചെന്ന് നോക്കെ. ഫൻദുർ അമാമഹ ഖലീലൻ ശൈഖൻ, അതിന്റെ കുറച്ച് മുന്നിൽ പോയാൽ പ്രായം ചെന്ന ഒരാളെ എനിക്ക് കാണാൻ കഴിയും. ഇദാ റഅയ്തഹു, അവിടെ ചെന്ന് പ്രായം ചെന്ന ഒരാളെ കാണുമ്പോൾ, ഹജ്ജിന്റെ സമയമാണ്, ധാരാളം ആളുകൾ ഉണ്ടാകും, പ്രായമുള്ള ആളുകൾ ഉണ്ടാകും. അവിടെ ചെന്ന് കാണുകയാണെങ്കിൽ തന്നെ അലിംത അന്നഹു യഖ്ഷല്ലാഹ തആല, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല പേടിയും ഖശിയത്തുള്ള ഒരു വ്യക്തിനെ നിനക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരാളെ കണ്ടാൽ ഫഹുവ സഫ്വാൻ ഇബ്നു സുലൈം, അതാണ് സഫ്വാൻ ഇബ്നു സുലൈം. ഇതാണ് അടയാളം പറഞ്ഞു കൊടുത്തത്. ഫമാ സഅൽതു അൻഹു അഹദൻ ഹത്താ ജിഅ, പിന്നെ വേറെ ആരോടും ഞാൻ ചോദിക്കാതെ അവിടെ ചെന്നു. അങ്ങനെ ചെന്ന് നോക്കുന്ന സമയത്ത് ഹത്താ ജിഅതു കമാ ഖാലു, അവർ പറഞ്ഞ അതേ സ്ഥലത്ത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഫഇദാ അന ബിശൈഖിൻ കമാ റഅയ്തുഹു അലിംതു അന്നഹു യഖ്ഷല്ലാഹ്, അള്ളാഹിനെ കുറിച്ചുള്ള നല്ല ഖശിയത്ത്, അള്ളാഹിനെ കുറിച്ചുള്ള നല്ല പേടി, അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിനയും താഴ്മയെന്നുള്ള ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനെ അവർ പറഞ്ഞതുപോലെ ഞാൻ അവിടെ കണ്ടു. ഫജലസ്തു ഇലൈഹി, അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് ഞാൻ ഇരുന്നു. ഫഖുൽതു അൻത സഫ്വാൻ ഇബ്നു സുലൈം, നിങ്ങളാണോ ഈ സഫ്വാൻ ഇബ്നു സുലൈം എന്ന ആള്? ഖാല നഅം, വേറെ അവിടെ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല. മുഖത്ത് കടന്ന് നോക്കുന്ന സമയത്തിന് ഈ മനുഷ്യനെ ഖശിയത്തുള്ള ആളാണ്, അള്ളാഹിനെ കുറിച്ചുള്ള ഭയമുള്ള ആളാണ് എന്നുള്ളത് കൃത്യമായി വരച്ച് കാണിക്കുന്ന രൂപത്തിലായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ധാരാളം പണ്ഡിതന്മാര്, ഇമാം ദഹബി പോലത്തവരൊക്കെ അവരുടെ ഈ പറയുന്ന ചരിത്രത്തിന്റെ സിയറു അഅലാമിൻ നുബല എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് ബിൻ മുൻകദിർ ബിൻ മുഹമ്മദ് ബിൻ യഅല ഈ പറയുന്ന താബിഈ അദ്ദേഹം പറയാണ്, കുന്നാ മഅ സഫ്വാൻ ഇബ്നു സുലൈമിൻ ഫീ ജനാസ, ഒരാൾ മരിച്ചപ്പോൾ ആ മയ്യത്തിന്റെ പരിപാലനവുമായി ഞങ്ങൾ ഒരു സദസ്സിൽ പങ്കെടുത്തപ്പോൾ സഫ്വാൻ ഇബ്നു സുലൈം റഹിമഹുല്ലാഹ് ആ സദസ്സിലുണ്ട്. വഫീഹാ അബീ വ അബൂ ഹാസിമിൻ, എന്റെ പിതാവും അതേപോലെ തന്നെ അബൂ ഹാസിം എന്ന് പറയുന്ന ഹദീസിന്റെ പണ്ഡിതന്മാരുണ്ട്. വദക്കറന ഫറം മിനൽ ഉബ്ബാദ്, മഹാന്മാരായ ഇബാദത്തുള്ള ഇൽമുള്ള ഒരുപാട് ആളുകളെ പറഞ്ഞു. ഫലമ്മാ സുല്ലിയ അലൈഹ, അങ്ങനെ ആ മയ്യത്തിന് മേൽ നിസ്കാരം കഴിഞ്ഞപ്പോൾ സഫ്വാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അമ്മാ ഹാദാ, ഈ മയ്യത്ത് ഫഖദ് ഇൻഖതഅത് അൻഹു അഅമാലുഹു, അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ ദുനിയാവിൽ ഞങ്ങൾക്ക് ഒരു പ്രവർത്തനം ചെയ്യാനില്ല, മരിച്ചുപോയി, ഖലാസ്, അയാൾക്കൊന്നും ചെയ്യാനില്ല. വഹ്താജ ഇലാ ദുആഇ മൻ ഖലഫ ബഅദഹു, അയാളെ ശേഷമുള്ള ആളുകളുടെ ദുആയിലേക്ക് അത്യാവശ്യക്കാനാണ്. മക്കളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും അയാൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ദുആയിലേക്ക് ആവശ്യമുള്ള ആളാണെന്നുള്ള ഈ വളരെ ചുരുങ്ങിയ വാക്കുകളാണ് സഫ്വാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ വെച്ച് പറഞ്ഞത്.
ഖാല ഫഅബ്കാ വല്ലാഹിൽ ഖൗമ ജമീഅൻ. ഈ ഒരു ചുരുങ്ങിയ വാക്ക് പറഞ്ഞതോടുകൂടെ ആ മയ്യത്ത് പരിപാലനത്തിൽ അവിടെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാരും ഉബാദുകളും മഹാന്മാരും പ്രമുഖർ മുഴുവനും കരഞ്ഞ് ഈ വാക്ക് കേട്ടു. അദ്ദേഹം പറഞ്ഞു. വളരെ കുറഞ്ഞ വാക്കുകളാണ്, പക്ഷെ വലിയ ആശയങ്ങളും വളരെ അർത്ഥങ്ങളും വളരെ വ്യാപ്തിയുമുള്ള കാര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് യഹ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖദിമ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് അൽ മദീന. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഭരണാധികാരിയാണ്. അദ്ദേഹം മദീനയിൽ വന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അന്ന് മദീനയുടെ ഗവർണർ. ഖാല ഫസല്ല ബിന്നാസി ബിൽളുഹർ. ളുഹർ നിസ്കാരത്തിന് ഇമാം നിന്ന് നിസ്കരിച്ചു, ഭരണാധികാരി ഖലീഫ. ثم فتح باب المقصورة. പിന്നെ അവിടെയുള്ള ആ ചെറിയ റൂമിന്റെ ആ വാതിൽ അദ്ദേഹം ഒന്നെടുത്ത് തുറന്നു, കാറ്റ് വരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് നോക്കും. വസ്തനദ ഇലൽ മിഹ്റാബി. മിഹ്റാബിലേക്ക് അദ്ദേഹം പുറം തിരിഞ്ഞ് ചാരിയിരുന്നു. വസ്തഖബല الناس بوجهه. മുന്നിലുള്ള ആളുകളെ മുന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട്. ഫനളറ ഇലാ സഫ്വാൻ ഇബ്നു സുലൈം. ഈ പറയുന്ന താബിഈ വര്യൻ അവിടെ ഉണ്ട്, ആ സദസ്സിലുണ്ട്. അദ്ദേഹത്തിലേക്ക് നോക്കി, ഖലീഫ നോക്കി. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മൻ ഹാദാ, ആരാണ് മനുഷ്യൻ? മാ റഅയ്തു അഹ്സന സംതം മിൻ. ഇതിലാറ ഒരു മുഖത്തിൽ പ്രസന്നതയും ഒരു കാര്യഗൗരവവും ഒരു തന്റെ ഇടവും ഒരു അടക്ക ഒതുക്കമുള്ള ഒരാളെന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഗവർണർ പറഞ്ഞു, അത് സഫ്വാൻ ഇബ്നു സുലൈം, അറിയപ്പെട്ട താബിഈയാണ്, ഹദീസിന്റെ പണ്ഡിതനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഭരണാധികാരി പറഞ്ഞു, യാ ഗുലാം, അടിമനെ വിളിച്ചിരുന്നു, കീസുൻ ഫീഹി 500 ദീനാരിൻ ഫഅതാഹു ബിഹി. കൊണ്ടുപോയിട്ട് സുലൈമാൻ എന്ന പണ്ഡിതന് കൊടുത്തത് 500 പൊന്ന് നാണയങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല ലി ഖാദിമിഹി. അങ്ങനെ സേവകനോട് പറഞ്ഞു, ഇദ്ഹബ് ബിഹാ ഇലാ ദാരിക്കൽ ഖായിം. ആ നിൽക്കുന്ന ആളത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് ചെയ്യാം. ഫഅതാഹ ജലസ ഇലാ സഫ്വാൻ. സഫ്വാൻ ഇബ്നു സുലൈം റഹ്മത്തുള്ളാഹി അവിടെ നിസ്കരിക്കാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു, സലാം പറഞ്ഞു. അങ്ങനെ തിരിഞ്ഞു നോക്കി ഈ പറയുന്ന അടിമയുടെ മുഖത്തേക്ക്. ഫഖാല മാഹ, എന്താണ് എന്റെ ആവശ്യം? അപ്പൊ പറഞ്ഞു, യഖൂലു അമീറുൽ മുഅ്മിനീൻ ഇസ്തഈൻ ബിഹാദിഹി അലാ സമാനിക വഇയാലിക. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഭൗതികമായ അത്യാവശ്യങ്ങൾക്കും ഈ പറയുന്ന 500 സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് നിങ്ങൾ സഹായം സ്വീകരിച്ചോളി, ഉപകാരപ്പെടുത്തിക്കളി, ചെലവാക്കി. അപ്പൊ സഫ്വാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലസ്തുല്ലദീ ഉർസിൽത ഇലൈഹി. ഞാനല്ല ഭരണാധികാരി, നിന്റെ യജമാനൻ ഭരണാധികാരി പറഞ്ഞയച്ച വ്യക്തി ഞാനല്ല, ആള് ഞാനല്ല. അലസ്ത സഫ്വാൻ ഇബ്നു സുലൈം. അപ്പൊ വീണ്ടും ചോദിച്ചു, നിങ്ങളല്ലേ സഫ്വാൻ ഇബ്നു സുലൈം? ഖാല ബല ഫഇലൈക ഉർസിൽ. നിങ്ങളിലേക്കാണ് നൽകാനാണ് എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഖാല ഇദ്ഹബ് ഫസ്തസ്ബുത്. ആൾ ആരാന്നുള്ളത് ഒന്നുകൂടി നീ ഉറപ്പുവരുത്തിക്കള എന്ന് പറഞ്ഞ് നീ പോയിക്കോ. ഫവല്ലൽ ഗുലാം. അടിമ പോയിട്ട് തിരിഞ്ഞുപോയി ആൾ ഉറപ്പുവരുത്താൻ. വഅഖദ സഫ്വാൻ അലൈഹി വഖറജ. എത്രയും പെട്ടെന്ന് ചെരുപ്പെടുത്തിട്ട് ആ സദസ്സിൽ നിന്ന് അദ്ദേഹം അവിടുന്ന് പോയി. ഭരണാധികാരിയുടെ സമ്മാനത്തിനോ പേരിനോ പ്രശസ്തിക്കോ ആദരവിനോ ഭൗതികമായ നേട്ടങ്ങൾക്കോ വേണ്ടി അദ്ദേഹം നിന്നില്ല. വഖറജ. പള്ളിയിൽ നിന്ന് പോയി. ഫലം യുറ ബിഹാ ഹത്താ ഖറജ സുലൈമാൻ മിനൽ മദീന. അദ്ദേഹം മദീനയിൽ നിന്ന് ഭരണാധികാരി പോകുന്നത് വരെ പിന്നീട് ആ പണ്ഡിതൻ അവിടെ കണ്ടിട്ട് മുഖം കാണിക്കാനോ ആദരവ് നേടാനോ അംഗീകാരം കിട്ടാനോ ഈ പറയുന്ന കാര്യത്തിൽ അവിടെ അദ്ദേഹത്തിനെ കണ്ടില്ല. അതേപോലെ തന്നെ മറ്റുള്ള മുസ്ലിമീങ്ങളെ കുറിച്ചുള്ള നല്ല ധാരണ നമ്മൾ പല സമയത്തും പിശാചി ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ തെറ്റായ ധാരണകൾ സഹോദരന്മാരെ കുറിച്ച്, കൂട്ടുകാരെ കുറിച്ച്, മറ്റുള്ള മുസ്ലിമീങ്ങളെ കുറിച്ച് പലതും കൊണ്ടുവന്നിട്ടാൻ സാധ്യതയുണ്ട്. ബലഹീനരാണ് നമ്മൾ, നിസ്സഹായരാണ്. പക്ഷെ ഈ വിഷയത്തിലൊക്കെ മുൻഗാമികളായ ആളുകളുടെ സ്വഭാവങ്ങൾ, അവരുടെ രീതികൾ. ജാഫർ ഇബ്നു മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇദാ ബലഗക മിൻ അഖീക മാ തക്റഹു. നിന്റെ സഹോദരനിൽ നിന്ന് നിനക്ക് വെറുപ്പുള്ള, നിന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുവെന്നോ, എന്തെങ്കിലും തെറ്റ് ചെയ്തുവെന്നോ, നിന്നെ കുറിച്ച് എന്തെങ്കിലും വിമർശിച്ചുവെന്നോ, ദൈവത്ത് പറഞ്ഞു, ഏത് കാര്യങ്ങളാണെങ്കിലും നിനക്ക് വെറുപ്പുള്ളതെങ്ങാനും സഹോദരനിൽ നിന്ന് നീ കേട്ട് കഴിഞ്ഞാൽ ഫത്ലുബ് ലഹു മിൻ ഉസ്രിൻ ഇലാ 70 ഉസ്ർ. ഒരു 70 കാരണങ്ങളേക്കും ഇതുകൊണ്ടായിരിക്കും എന്തെന്റെ ഒരു അവനെ മാപ്പ്, അവനെ വിട്ടുവീഴ്ച, അവനെ കുറിച്ച് ഒരു 70 രൂപത്തിൽ കൂടെ മാർഗത്തിൽ കൂടെ നീ അതിന് ഒരു ഒഴിവ് നീ കണ്ടോടി. തെറ്റിദ്ധരിക്കരുതേ, മോശമായിട്ട് ചിന്തിക്കരുതേ, അവനെ കുറിച്ച് പറഞ്ഞു വെറുപ്പിലും ദേഷ്യത്തിലേക്കും പോകരുതേ, ഈ സ്നേഹബന്ധം തകർക്കാൻ നിൽക്കരുതേ. ഫഇല്ലം തജിദ്. എങ്ങനെ നോക്കിയാലും ഒരു സാധ്യത കാണുന്നില്ലെങ്കിൽ ഫഖുൽ, നീ പറയല അല്ലലഹു ഉദ്റൻ ലാ ആരിഫിൻ. അറിയില്ല, എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ്, എന്തെങ്കിലും ഒരു മാപ്പ്, വിട്ടുവീഴ്ച അവനുണ്ടാകും, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും, അതില്ലാതെ എനിക്കറിയാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട്. വഫീ മജാലി തഗാഫുൽ വസലാമ വതലബിസ് സലാമ. കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക. പല കാര്യങ്ങളിലും നമ്മൾ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാനും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനും എല്ലാ കാര്യത്തിലും നമ്മൾ കടംപിടുത്തത്തിലും ദേഷ്യത്തിലും അങ്ങനെ പോകാതെ വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അശ്രദ്ധമായിട്ട് പോകണം. ആളുകളെ കുറിച്ച് നമ്മുടെ മനസ്സ് നമ്മൾ സുരക്ഷിതമായി കൊണ്ടു നടക്കണം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അസ്സലാമത്തു തിസ്അത്തു അഅ്ശാരിഹാ ഫിത്തഗാഫുൽ. സുരക്ഷ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചും നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും സുരക്ഷ നമുക്കുണ്ടാവാൻ മറ്റുള്ളവരുടെ കണ്ടില്ല കേട്ടില്ല. നമ്മൾ പറയും, സാധാരണ പറയും കണ്ടില്ല കേട്ടില്ല, ശ്രദ്ധിക്കാതെ പോവുക, വിട്ടുവീഴ്ച ചെയ്യാം. എല്ലാ കാര്യത്തിലും വിചാരണ, പ്രത്യേകിച്ച് കുടുംബപരമായ കാര്യങ്ങളിലൊക്കെ നമ്മളൊക്കെ ഞാൻ എന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ഈ പറയുന്ന ആളൊന്നല്ല എന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ഇതാണ്. അവരുടെ രീതി നമ്മളതുപോലെ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്,
ശ്രമിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഹായം ചെയ്തു തരുമാറാവട്ടെ. അവരുടെ വഴി, അവരുടെ വിശ്വാസത്തിൽ, അവരുടെ ആരാധനകളിൽ, അവരുടെ സ്വഭാവങ്ങളിൽ, അവരുടെ മര്യാദകളിൽ, അവരുടെ ഇടപാടുകളിൽ അവരെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ, നല്ല നിലക്ക് അവരെ പിന്തുടർന്ന് അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ പൊരുത്തവും അവന്റെ പ്രതിഫലങ്ങളും നേടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വഹബ് ബിൻ മുനബ്ബഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്തൊരു മനുഷ്യൻ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, ഫഖാല മറർതു ബി ഫുലാനിൻ വഹുവ യസ്തമുക്, ഞാൻ എന്നെ പോരുന്ന സമയത്ത് ഒരു വ്യക്തിയുണ്ട്, അവൻ നിങ്ങളെ കുറിച്ച് ചീത്ത വിളിക്കുന്നത് കേട്ടു, ഞാൻ അത് കേട്ടിട്ടാ ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഫഖാലിബ് വഹബ് ബിൻ മുനബ്ബഹ് റഹ്മത്തുള്ളാഹി ദേഷ്യപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, വഹബ് വഖാല മാ അൽഖ ശൈത്വാനു റസൂലൻ മാ ലഖിയ ശൈത്വാനു റസൂലൻ വൈറക്, നീ അല്ലാതെ പിശാചിന് വേറൊരു ദൂതനെ കിട്ടിയില്ലേ ഇതോടെ കൊണ്ടുവന്നു തരാൻ. അതല്ലാതെ ആ വ്യക്തി പറയുന്ന വിമർശനങ്ങളും അവൻ ചീത്ത വിളിക്കുന്നതും കേട്ടിട്ട് അതിന് സന്തോഷിച്ച് പ്രതികരിക്കുന്നതിന് വരെ നീ അല്ലാതെ പിശാചിനൊരു ദൂതനെ വേറെ കണ്ടില്ലേ എന്ന് പറഞ്ഞു വഹബ് ബിൻ മുനബ്ബഹ് റഹ്മത്തുള്ളാഹി അലൈഹി. പ്രോത്സാഹിപ്പിക്കല്ല, നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മിൽപ്പെട്ട മറ്റു ചിലരാണെങ്കിൽ ഒരു പക്ഷേ ആളുകളുടെ വീഴ്ച കൊണ്ട്, പോരായ്മ കൊണ്ട് മറ്റു പലതിലേക്കും പിശാച് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ അഹബ്ബ അൻ യുഖ്ദാ ലഹു ബിൽ ഹുസ്ന വൽയുഹ്സിൻ ബിന്നാസി ളൻ, ഒരാൾക്ക് അവന്റെ കാര്യങ്ങൾ നല്ല നിലക്ക് പര്യവസാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആളുകളെ കുറിച്ച് നല്ല ധാരണ, നല്ല നിലക്കുള്ള ചിന്തയിലേക്ക് പോകുക. അത്രയും വ്യക്തവും ശക്തവുമായ കാര്യങ്ങൾ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട നിലപാടുകൾ എന്താണെന്നുണ്ടെങ്കിൽ അതല്ലാത്ത വിഷയങ്ങളിൽ ഈ നിലക്ക് നല്ല നിലക്കുള്ള ധാരണയിലും കാര്യങ്ങളും പോകുക. ധാരാളം അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ, ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ച, അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സഹാബി അല്ല എന്നുള്ളതുള്ള അദ്ദേഹത്തിന്റെ ഇൽമും അദ്ദേഹത്തിന്റെ ഇബാദത്തും അദ്ദേഹത്തിന്റെ തഖ്വയും പരിശോധിച്ചാൽ ഒരു സഹാബിയാകാൻ മാത്രമുള്ള ബഹുമാനാദരവുള്ള മഹാനായ പണ്ഡിതനാണ് അബ്ദുല്ലാഹി മുബാറക്. അദ്ദേഹം സഹാബി അല്ല എന്ന് മാത്രം പണ്ഡിതന്മാർ അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ, ഒരു മനുഷ്യനുള്ള ഖൈർ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഫതഹ ലഹു ബാബൽ അമൽ, ഇൽമ ശരിക്ക് കൃത്യമായിട്ട് പഠിച്ച് അത് അമൽ ചെയ്യാനുള്ള വഴികളും കവാടങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കും. വഅഗ്ലഖ അൻഹു ബാബൽ ജദൽ, തർക്കത്തിന്റെയും ഈ പറയുന്ന വാക്കുകളുടെയും അവസ്ഥകൾ, അതിന്റെ കവാടങ്ങൾ അള്ളാഹു അടച്ചുപൂട്ടും ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ് തർക്കിച്ച് കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എവിടെ എത്തൂല, അതുകൊണ്ടൊരു ഫലം ലഭിക്കൂല, പരസ്പരം ആളുകൾ സ്വീകരിക്കൂല, ഇതല്ല. അതല്ല, അമൽ ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക, നമ്മുടെ അമൽ കൃത്യമായി ചെയ്യുക, അറിഞ്ഞ് വ്യക്തമായ തെളിവ് രേഖകളുണ്ടെങ്കിൽ അത് കൃത്യമായി ആ നിലക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നിലക്ക് ആൾക്ക് പറഞ്ഞു കൊടുക്കുക. സ്വീകരിച്ചാൽ അൽഹംദുലില്ലാ. ഇനി ഒരാൾ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കഴിവിന്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വീഴ്ത്തി തീർത്തു. ഹിദായത്ത് അള്ളാഹുവിന്റെ കയ്യിലാണ്. സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് അനുസരിച്ചാണ്. ഇങ്ങനെ ധാരാളം സലഫുകളുടെ രീതികളും കാര്യങ്ങളും ധാരാളമുണ്ട്. അത് വലിയ വിശാലമായ ലോകമാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങൾക്കും പ്രയാസം ഉണ്ടാക്കുന്നില്ല. കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അള്ളാഹു നമുക്ക് ഉപകാരപ്രദമായ ഇൽമ്, നാഫിയായ ഇൽമാക്കി പെരുമാറാവട്ടെ. അതിലുള്ള ഇഖ്ലാസിനെയും അതിലുള്ള കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ മാനസിക അവസ്ഥയും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്ന ഇൽമ് അവൻ നമുക്ക് ഉപകാരമുള്ളതാക്കി തീർക്കുമാറാവട്ടെ. ഇതുപോലത്തെ മഹത്തായ സദസ്സുകളിൽ, ഇതിലേറെ വലിയ ഉയർന്ന സദസ്സുകളിൽ ഇൽമ് തേടിക്കൊണ്ട് പങ്കെടുക്കാനും അള്ളാഹുവിന്റെ ദീനിന്റെ സഹായികളായി മുന്നേറാനും അവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഹദാ വസല്ലല്ലാഹു അലൈഹി വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം. بارك الله